Good morning to all. Today we are moving on to our next unit. Unit 4 Strains of Agony. Strains of Agony എന്ന് വെച്ചാൽ എന്താ? വേദനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ വേദനാജനകമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. കഥകളുടെ രൂപത്തിലും അതുപോലെ തന്നെ കവിതയുടെ രൂപത്തിലുമൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ വേദനാരൂപത്തിലുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ പെയിൻ, പോവർട്ടി, ആഗണി എന്ന് വെച്ചാൽ പെയിൻ വേദന. പോവർട്ടി ഈസ് ലൈക്ക് എ പണിഷ്മെൻറ്റ് ഫോർ എ ക്രൈം യു ഹാവ് നോട്ട് കമ്മിറ്റഡ്. അപ്പോൾ പോവർട്ടി എന്ന് വെച്ചാൽ എന്താ? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ ഒരു ശിക്ഷയാണ്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ശിക്ഷയാണ് പോവർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യം. ഈവൻ ഇൻ ടൈംസ് ഓഫ് മിസറി ആൻഡ് ടോർമെൻറ്റ്. മിസറി എന്ന് വെച്ചാൽ ദുരിതം, ടോർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വേദനാജനകമായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ പീഡനമൊക്കെ സഹിച്ചിരിക്കുന്ന അവസ്ഥ. ഇറ്റ് ഈസ് സർപ്രൈസിങ് ദാറ്റ് ദ നോബ്ലർ ഓഫ് ഹ്യൂമൻ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് സീസ് ടു എക്സിസ്റ്റ്. സീസ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ്, നിർത്തുക. സീസ് ടു എക്സിസ്റ്റ് മീൻ നെവർത്തിലെസ് ടേൺ ഔട്ട് ടു ബി സെൽഫ് സെൻറ്റേർഡ് ആൻഡ് മീൻ. നമുക്കറിയാം ചില ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ വളരെ വേദനാജനകവും ദുരിതപൂർണവുമൊക്കെയാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ്. ദിസ് അൺഡിനയബിൾ എന്ന് വെച്ചാൽ നിരസിക്കാനാവാത്ത. ഡിനയബിൾ എന്ന് വെച്ചാൽ നിരസിക്കാനാവുന്നത്, അൺഡിനയബിൾ എന്ന് വെച്ചാൽ നിരസിക്കാനാവാത്ത. ദിസ് അൺഡിനയബിൾ ഫേസ് ഓഫ് സൊസൈറ്റി ഈസ് ഷോക്കേസ്ഡ് ഇൻ ദിസ് യൂണിറ്റ്. അപ്പം നമ്മുടെ ഈ യൂണിറ്റ് നമ്മൾ കാണുന്ന ഇങ്ങനെ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നവരുടെ അങ്ങനെ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്ന ആളുകളൊക്കെയാണ്. നമുക്കറിയാം 1-2 വർഷം മുമ്പ് ഒരു ആദിവാസി യുവാവായിട്ടുള്ള മധു എന്ന് പറയുന്ന ആൾ 2 കപ്പക്കിഴങ്ങോ അങ്ങനെ എന്തോ സംഭവം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ആളുകൾ തല്ലിക്കൊന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ പുള്ളി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? വളരെ ചെറിയൊരു മോഷണമാണ്. ഇതിലും വലിയ ആനക്കള്ളന്മാരൊക്കെ ഇപ്പോഴും വിരസി നടക്കുമ്പോഴാണ് പുള്ളിയെ വെറുതെ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ പുള്ളിയെ തല്ലിക്കൊന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ദരിദ്രമായിട്ടുള്ള അവസ്ഥയാണ്. പുള്ളി മരണശേഷം ഒരുപാട് ആളുകൾ സിമ്പതി എമ്പതിയൊക്കെ കാണിച്ചു. പക്ഷെ പണ്ട് കാര്യമുണ്ടോ? ഇല്ല. അന്നത് പക്ഷേ പുള്ളിയെ തല്ലിക്കൊന്ന ആളുകൾക്ക് ആ ഒരു ചിന്ത അന്നേരം പോയില്ല. അപ്പം ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിന് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ ശിക്ഷ പോലെയാണ് ദാരിദ്ര്യം നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിലെ ചാപ്റ്ററുകളിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഇൻട്രൊഡക്ഷൻ പാർട്ട് കൂടുതൽ പറഞ്ഞു ഞാനിനി ദീർഘിക്കുന്നില്ല. ഇതിൻ്റെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൈഡ് ഇ മൗപ്പസെൻറ്റ് എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ദ ബെഗർ എന്ന് പറയുന്ന വർക്കാണ്. അതിൽ നമ്മൾ പറഞ്ഞ ഈ ആദിവാസി യുവാവിൻ്റെ പോലത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. പേളസ് ബക്ക് വൺസ് റിമാർക്കഡ് ഹങ്കർ മേക്സ് എ തീഫ് ഓഫ് എനി മാൻ. ഇപ്പോൾ ചിലപ്പോൾ അറിയാം വിശപ്പാണ് ഓരോ മനുഷ്യനെ ചിലപ്പം കള്ളനാക്കി മാറ്റുന്നത്. വിശപ്പ് മൂലമാണ് ചിലർ കള്ളന്മാരായിട്ട് മാറുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ ആദിവാസി യുവാവിൻ്റെ കേസിലാണ് 2-3 വർഷം മുമ്പ് സംഭവിച്ചത്. നമുക്ക് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള പല ഇൻസിഡൻസും നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം അതിന് സിമിലർ എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു കവിതയാണ് ഇത് ബെഗർ എന്ന് പറയുന്നത്. ബെഗർ എന്ന് വെച്ചാൽ പിച്ചക്കാരൻ എന്നാണ് അർത്ഥം. ബെഗർ മീൻസ് പിച്ചക്കാരൻ, ഭിക്ഷാടകൻ, അതാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ യാചകൻ. അപ്പം ബെഗർ എന്ന് പറയുന്ന ഈ കഥയെ നമ്മൾ കാണുന്നത് ഇതുപോലെയാണ്. ഒരു യാചകൻ്റെ കഥയാണ്. കഥയിൽ യാചകൻ ഇങ്ങനെ വിശന്ന് നടക്കുന്നു. പുള്ളി സ്ഥിരമായിട്ട് എപ്പോഴും തെണ്ടിത്തിരിയുന്നൊരു ടൗണുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾ പുള്ളിയെ മടുത്തു. അവരപ്പോൾ പുള്ളിക്ക് ഫുഡൊന്നും കൊടുക്കാതായി. പുള്ളി അപ്പോൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തോട്ട് പോകുമ്പോൾ പുള്ളി അവസാനം തളർന്നിട്ട് പുള്ളി ഒരു കോഴിയെ മോഷ്ടിക്കാൻ വേണ്ടി ഒരു ഉന്നം വെച്ചെറിയുന്നു. അപ്പോൾ പുള്ളി കള്ളനായി. പുള്ളിയെ ആളുകൾ കൊണ്ടുപോകുന്നു. പുള്ളിയെ പിടിച്ച് ലോക്കപ്പിലിടുന്നു. പുള്ളി മരിക്കുന്നു. ഇതാണ് കഥ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പുള്ളിയുടെ ദാരിദ്ര്യമാണ് പുള്ളിയെ കൊണ്ടത് ചെയ്യിക്കുന്നത്. ഇത് നമ്മുടെ ഈ ആദിവാസി യുവാവിന് സംഭവിച്ച പോലത്തെ ഒരു അവസ്ഥയാണ് ഇത് കാണുന്നത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിലെ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. റെഫ്യൂജി എന്ന് വെച്ചാൽ അഭയാർത്ഥി എന്നാണ് പറയുന്നത്. റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു പോയമാണ്. ചിനുവ അച്ചീബ് എന്ന് പറയുന്ന ആഫ്രിക്കൻ റൈറ്ററായിട്ടുള്ള ചിനുവ അച്ചീബ് എഴുതിയ ഒരു പോയമാണ് റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. റെഫ്യൂജി മദർ എന്ന് വെച്ചാൽ അഭയാർത്ഥി ആയിട്ടുള്ള അമ്മയും കുട്ടിയും. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം യുദ്ധമൊക്കെ നടക്കുമ്പോൾ പല ആളുകളും അഭയാർത്ഥികളായിട്ട് മാറാറുണ്ട്. അങ്ങനെ അഭയാർത്ഥിത്വം പ്രാപിക്കപ്പെട്ട ഒരു സ്ത്രീയും അവളുടെ കുഞ്ഞും അവരുടെ വിഷമമാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത്. പിന്നെ അവസാനത്തെന്ന് വെച്ചാൽ ലിലിഗാൻ നഗോസ് എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ഒരു ചെറു കഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. മെറ്റേണിറ്റി എന്ന് പറയും. മെറ്റേണിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണ്. മെറ്റേണിറ്റി എന്ന് വെച്ചാൽ മാതൃത്വം. മെറ്റേണിറ്റി മീൻസ് മാതൃത്വം. അപ്പം അവസാനത്തെ കഥ മെറ്റേണിറ്റി എന്ന് പറയുന്നതാണ് ഇതിലെ ലിലിഗാൻ നഗോസ് എഴുതിയത്. അപ്പോൾ ഇത് മൂന്നും എന്ന് വെച്ചാൽ ഇങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അതിൽ മൂന്നും അവതരിപ്പിക്കുന്നത്. ലിലിഗാൻ നഗോസിൻ്റെ സ്റ്റോറിയിലാണെങ്കിൽ മികാലി എന്ന് പറയുന്ന ഒരു കുട്ടി, അവനെന്ന് വെച്ചാൽ ഒരു 14 ഇയർ ഓൾഡ് ബോയിയാണ്, 14 വയസ്സേ ഉള്ളൂ. പുള്ളിക്ക് ഒരു നവജാത ശിശുവിനെ നോക്കേണ്ട അവസ്ഥ വരുന്നു വെച്ചാൽ പുള്ളിയുടെ അമ്മ മരിച്ചതിൻ്റെ ഫലമായിട്ട് അനിയനായിട്ടുണ്ടാകുന്ന കുട്ടിയെയും കൊണ്ട് നടക്കുന്നതാണ്. അത് വളരെ വേദനാജനകമായ മറ്റൊരു കഥയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പോകുന്നത്. ഇനി ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിലധികം നിൽക്കുന്നില്ല. അത് പറയുന്നത് വലിയ അർത്ഥമുള്ള കേസല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പം ദ ബെഗർ എന്ന് പറയുന്ന സ്റ്റോറിയിലേക്ക് നമ്മൾ കറക്റ്റാണ്. വി ആർ ഡയറക്റ്റ്ലി എൻറ്ററിങ് ഇൻ അവർ സ്റ്റോറി ദ ബെഗർ.
So I have told you it is a story written by Guy D. Maupassant. First of all, let's get an idea about the author as the whole classes. Guy D. Maupassant, 1850 to 93. One of the greatest of French short story writers, has printed a fascinating picture of the French life of the 19th century in his works. അപ്പം 1850 ജനിച്ച ഒരു ഫ്രഞ്ച് സ്റ്റോറി റൈറ്ററാണ് ഗൈ ഡി മൗപ്പസൻറ്റ്. അപ്പോൾ പ്രശസ്തരായിട്ടുള്ള ഫ്രഞ്ച് സ്റ്റോറി റൈറ്റേഴ്സ്, നമുക്ക് ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റേഴ്സിനെ അറിയാം, അതുപോലെ ഫ്രഞ്ച് സ്റ്റോറി റൈറ്റേഴ്സിൽ ഒരാളാണ് ഗൈ ഡി മൗപ്പസൻറ്റ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രഞ്ച് സ്റ്റോറി റൈറ്റേഴ്സ്. അപ്പം ഫ്രാൻസിലെ തന്നെ ചെറുകഥ എഴുത്തുകാരിൽ വെച്ച് ഫേമസ് ആയ ആളുകളിൽ ഒരാളാണ് ഗൈ ഡി മൗപ്പസൻറ്റ്. ഹി ഹാസ് ഫാസിനേറ്റിംഗ് എന്ന് വെച്ചാൽ വളരെ അട്രാക്റ്റിംഗ്, ആകർഷണീയമായിട്ടുള്ള പിക്ചർ ഓഫ് ദ ഫ്രഞ്ച് ലൈഫ് ഓഫ് ദ 19th സെഞ്ച്വറി ഇൻ ഹിസ് വർക്ക്സ്. അപ്പോൾ 19ാം നൂറ്റാണ്ടിലെ പല സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ട്. ഹീ ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് വൺ അമംഗ് ദ ഫാദേഴ്സ് ഓഫ് മോഡേൺ ഷോർട്ട് സ്റ്റോറി. മോഡേൺ ഷോർട്ട് സ്റ്റോറി എന്ന് വെച്ചാൽ ആധുനിക യുഗത്തിലെ ചെറുകഥയുടെ തലവട്ടപ്പന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം. ഹി വാസ് എ പ്രൊലിഫിക് റൈറ്റർ ഹു ഹാസ് പബ്ലിഷ്ഡ് ഓവർ 300 ഷോർട്ട് സ്റ്റോറീസ്. 300-ലധികം ഷോർട്ട് സ്റ്റോറീസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 6 നോവൽസ്, 6 നോവൽസ്, 3 ട്രാവലോഗ്സ്. ട്രാവലോഗ് എന്ന് വെച്ചാൽ യാത്രാ വിവരണങ്ങൾ, 3 യാത്രാ വിവരണങ്ങൾ, 6 നോവലുകൾ, അതുപോലെ തന്നെ 300ഓളം ഷോർട്ട് സ്റ്റോറീസ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കുകൾ. ആൻഡ് എ വോളിയം ഓഫ് വേഴ്സ് എന്ന് വെച്ചാൽ പദ്യത്തെയാണ് നമ്മൾ വേഴ്സ് എന്ന് പറയുന്നത്. പ്രോസ് എന്ന് വെച്ചാൽ ഗദ്യം, PROSE പ്രോസ് എന്ന് വെച്ചാൽ ഗദ്യം, VERSE വേഴ്സ് എന്ന് വെച്ചാൽ പദ്യം, പോയംസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. Now let us enter into our lesson. The beggar. What will you usually do when a beggar approaches you for alms? ALMS, ആംസ് എന്ന് വെച്ചാൽ കൈ എന്നല്ല എൻ്റെ അർത്ഥം. കൈയുടെ മീനിങ് എന്താ? ARMS എന്നല്ല. കൈയുടെ എങ്ങനെ എഴുതുന്നത്? ARMS ആംസ് എന്നാണ് കൈകൾ. ALMS ആംസ് എന്നാണെങ്കിൽ അതെന്ന് വെച്ചാൽ പിച്ച. ഇപ്പോൾ ഒരാൾ എന്നും പിച്ചയ്ക്ക് വേണ്ടി നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണ്, നിങ്ങൾ എന്നായി ഇവന് പണിയെടുത്ത് ജീവിച്ചു വിടുന്നതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കി. ഇത് നിങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഹൗ വിൽ യു ട്രീറ്റ് ദ ബെഗർ ഇഫ് ഹി ഓർ ഷീ അപ്രോച്ചസ് യു എവറി ഡേ? എല്ലാ ദിവസവും നിങ്ങളുടെ അടുത്ത് ഒരുത്തും പിച്ചയ്ക്ക് വേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ എന്നായി ഓടിച്ചു വിടും. ലെറ്റ് us read and see how a man who has taken begging is treated by people around him. അപ്പോൾ ഇത് നമ്മൾ കാണുന്ന ഇങ്ങനെ ഒരു പിച്ചക്കാരൻ്റെ കാര്യമാണ്. പുള്ളി അപ്പോൾ ഇന്ന് പിച്ച എടുക്കുന്നത് നാളെയും പിച്ച എടുക്കും. പുള്ളിക്ക് ഈ പിച്ചയല്ലാതെ വേറൊരു വഴി അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു പുള്ളിയുടെ ദാരുണമായ അന്ത്യമാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. ലെറ്റ് us start. He had been better days despite his present misery in infirmities. അപ്പം അദ്ദേഹത്തിന് വളരെ നല്ല കാലം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പിച്ചക്കാരന് നല്ല കാലം മീൻസ് അദ്ദേഹത്തിന് എന്നും പൈസ ആയിട്ടും അല്ലാതായിട്ടൊക്കെ കിട്ടുന്ന ദിവസങ്ങളുണ്ടായിരുന്നു പിച്ച എടുക്കുമ്പോൾ. അറ്റ് ദ ഏജ് ഓഫ് 15 ബോത്ത് ഹിസ് ലെഗ്സ് ഹാഡ് ബീൻ ക്രഷ്ഡ് ബൈ ക്യാരേജ് ഓൺ ദ വാർവിലെ ഹൈവേ. 15 വയസ്സിന് മുമ്പെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത്രയും പിച്ച എടുക്കേണ്ട ഒരു അവസ്ഥയില്ലാഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ കാലുകൾക്കൊരു പ്രശ്നമില്ലാഞ്ഞു. അറ്റ് ദ ഏജ് ഓഫ് 15 എന്ന് പറഞ്ഞാൽ 15-ാം വയസ്സിൽ ബോത്ത് ഹിസ് ലെഗ്സ് 2 കാലും പോയി. ഹാഡ് ബീൻ ക്രഷ്ഡ് ബൈ എ ക്യാരേജ് ഓൺ ദ വാർവിലെ ഹൈവേയിൽ വെച്ച് ഒരു വണ്ടി ആക്സിഡൻറ്റിൽ, ക്യാരേജ് എന്ന് പറഞ്ഞ വെച്ചാൽ വണ്ടി ആക്സിഡൻറ്റിൽ, ഒരു വണ്ടി അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ നഷ്ടമായി. ഫ്രം ദാറ്റ് ടൈം ഫോർത്ത് എന്ന് വെച്ചാൽ ആ സമയം മുതൽ ഹി ബെഗ്ഡ് ഡ്രാഗിങ് ഹിംസെൽഫ് അലോങ് ദ റോഡ്സ് ത്രൂ ദ ഫാം യാർഡ്സ് എന്ന് വെച്ചാൽ കൃഷിയിടങ്ങൾ, സപ്പോർട്ടഡ് ബൈ ക്രച്ചസ് വിച്ച് ഫോഴ്സ്ഡ് ഹിസ് ഷോൾഡേഴ്സ് അപ് ടു ഹിസ് ഇയേഴ്സ്. അപ്പോൾ അദ്ദേഹം അന്ന് തൊട്ട് 2 കാലും പോയതുകൊണ്ട് അതായത് 2 കൈകളുടെ ഇടയിലും ഊന്നുവടി ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചെവി വരെ ചെവിയുടെ താരം ഇങ്ങനെ ഷോൾഡറും പൊക്കി വെച്ചാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഊന്നുവടിയാണ് 2 ഷോൾഡറിൻ്റെ ഇടയ്ക്ക്. ഹിസ് ഹെഡ് ലോക്ക്ഡ് ആസ് ഇറ്റ് വയർ സ്ക്യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ 2 മൗണ്ടൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തല കണ്ട ആളുകൾ നോക്കുമ്പോൾ ഇങ്ങനെ 2 മലകൾ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ തോളുകൾ ഇങ്ങനെ പൊങ്ങി നിന്നിരുന്നത്. എന്ന് വെച്ചാൽ 2 തോളിൻ്റെ ഇടയ്ക്ക് ക്രച്ചസ് നിങ്ങൾക്ക് അറിയാം, ഊന്നുവടി കാല് വയ്യാത്തവരൊക്കെ നടക്കുന്നത്. അപ്പോൾ 2 കാലും പോയ ആളുകളുടെ ഇങ്ങനെ നടക്കുമ്പം 2 മലകളുടെ ഇടയ്ക്ക് ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ ഒരു കല്ലൊക്കെ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ തല ഇരുന്നിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തല എന്ന് വെച്ചാൽ 2 മലകൾക്കിടയിൽ വെച്ച പോലെയാണ് ഇദ്ദേഹത്തെ കാണുമ്പോൾ ആളുകൾക്ക് ഫീൽ ചെയ്തിരുന്നത്. എ ഫൗണ്ട്ലിംഗ് പിക്ഡ് അപ്പ് ഓഫ് ഡിച്ച് by the priest of the labellers on the eve of All Saints' Day and baptized for the reason. Nicolas Toussaint, reared by charity. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് വെച്ചാൽ നിക്കോളാസ് ടുസൈൻറ്റ് എന്നാണ് ഈ പറയുന്ന പിച്ചക്കാരൻ്റെ പേര്. നിക്കോളാസ് ടുസൈൻറ്റ്, റിയേർഡ് ബൈ ചാരിറ്റി, അറ്റർലി വിത്തൗട്ട് എഡ്യൂക്കേഷൻ, ക്രിപ്പിൾഡ് എന്ന് വെച്ചാൽ മുടന്തി, ഇൻ കോൺസിക്വൻസസ് ഓഫ് ഹാവിംഗ് ഡ്രം സെവറൽ ഗ്ലാസസ് ഓഫ് ബ്രാൻഡി ഗിവൺ ബൈ ദ ബേക്കർ, സച്ച് എ ഫണ്ണി സ്റ്റോറി. ആൻഡ് എ വാഗാബോണ്ട് ഓൾ ഹിസ് ലൈഫ് ആഫ്റ്റർ. വാഗാബോണ്ട് എന്ന് വെച്ചാൽ തെരുവുണ്ടി. Vagabond all his life after, where the only thing he knew how to do was
ടു ഹോൾഡ് ഔട്ട് ഹിസ് ഹാൻഡ് ഫോർ ആംസ്. അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്കൊരു സമയത്ത് വെച്ച് അദ്ദേഹത്തിന് ഒരു ബേക്കറിക്കാരനിടയ്ക്ക് കുറച്ച് മദ്യം കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, ബ്രാൻഡി കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതൊരു തമാശ കഥയാണെന്നാണ് ഇവിടെ പറയുന്നത്, അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. അപ്പം ഇവിടെ പറഞ്ഞ പിച്ചക്കാരൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പുള്ളിക്ക് അറിയാവുന്ന ഏക ഒരു ജോലി എന്ന് വെച്ചാൽ ഇതാണ് ബെഗിങ് എന്ന് വെച്ചാൽ എന്താ, യാചിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ നീട്ടി അദ്ദേഹത്തിന് യാചിക്കാൻ മാത്രമേ പിച്ചക്കാരനെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അറ്റ് വൺ ടൈം ദ ബാർണസ് ഡി ആവറി, ബാർണസ് എന്ന് വെച്ചാൽ പ്രഭുവിൻ്റെ സ്ത്രീലിംഗമാണ് ബാരനസ്. ബാരൻ എന്ന് വെച്ചാൽ പ്രഭു, ബാരനസ് എന്ന് വെച്ചാൽ അവിടുത്തെ പ്രഭുവിൻ്റെ സ്ഥാനത്തുള്ള സ്ത്രീ, പ്രഫി. അറ്റ് വൺ ടൈം ദ ബാർണസ് ഡി ആവറെ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രഫി അലൗഡ് ഹിം ടു സ്ലീപ്പ് ഇൻ എ കൈൻഡ് ഓഫ് റിസസ് സ്പ്രെഡ് വിത്ത് സ്ട്രോ ക്ലോസ് ടു ദ പൗൾട്രി എന്ന് വെച്ചാൽ കോഴി ഫാമിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് പൗൾട്രി യാർഡ് ഇൻ ദ ഫാം അഡ്ജോയിനിങ് ദ ചാറ്റ് ഹോം. ആൻഡ് ഇഫ് ഹി വാസ് ഇൻ എ ഗ്രേറ്റ് നീഡ് ഹി വാസ് ഷുവർ ഓഫ് ഗെറ്റിംഗ് ഗ്ലാസ് ഓഫ് സിഡർ ആൻഡ് ക്രസ്റ്റ് ഓഫ് ബ്രെഡ് ഇൻ ദ കിച്ചൺ. അപ്പം ഇടയ്ക്കൊരു സമയത്ത് ഏവറിയിലെ പ്രഫി ഇദ്ദേഹത്തിന് കിടക്കാനായിട്ട് പൗൾട്രി ഫാമിൻ്റെ അടുത്തായിട്ട് ഒരു സ്ഥലം കൊടുത്തിരുന്നു. ആൻഡ് ഇഫ് ഹി വാസ് ഇൻ ഗ്രേറ്റ് നീഡ് ഹി വാസ് ഷുവർ ഓഫ് ഗെറ്റിംഗ് എ ഗ്ലാസ് ഓഫ് സിഡർ ആൻഡ് ക്രസ്റ്റ് ഓഫ് ബ്രെഡ് ഇൻ ദ കിച്ചൺ. അതുപോലെ തന്നെ പുള്ളിക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ അവിടുത്തെ കിച്ചണിൽ നിന്ന് ഒരു ശകലം ബ്രെഡും അതുപോലെ തന്നെ ഗ്ലാസ് ഓഫ് സിഡറും കിട്ടുമായിരുന്നു. മോർ ഓവർ ദ ഓൾഡ് ലേഡി ഓപ്പൺ ത്രൂ ഹിം എ ഫ്യൂ പെന്നീസ് ഫ്രം ഹെർ വിൻഡോ. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രഫി ഉള്ള കാലത്ത് പുള്ളിക്കാരി തന്നെയായിരുന്നു ഇടയ്ക്കൊക്കെ ജനലിൽ കൂടെ കുറച്ച് പൈസ ചില നാണയത്തുട്ടുകൾ, പെന്നീസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ നാണയത്തുട്ടിനെയാണ് പെന്നീസ് എന്ന് പറയുന്നത്. അപ്പോൾ പെന്നീസ് ഫ്രം ഹെർ വിൻഡോ ബട്ട് ഷീ വാസ് ഡെഡ് നൗ. പക്ഷേ എപ്പോൾ എന്നാ വെച്ചാൽ അത് കുറച്ച് കാലത്ത് തന്നെ ഈ പ്രാക്ടീസ് പോയി. എന്ന് വെച്ചാൽ അവരുടെ കോഴിക്കൂട് അല്ലെങ്കിൽ കോഴി ഫാമിൻ്റെയൊക്കെ അടുത്തായിട്ട് ഈ പുള്ളിക്ക് കഴിയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ചാൽ അപ്പോൾ ഈ പ്രഫി, അപ്പോൾ ഈ സമ്പന്നയായ ഈ സ്ത്രീ എന്നാ ചെയ്തു, പുള്ളിക്കാരി മരിക്കുന്നവരെ പുള്ളിക്ക് ഇങ്ങനെ അത്യാവശ്യമാണെങ്കിൽ അവരുടെ കിച്ചണിൽ നിന്ന് ഇച്ചിരി ഫുഡൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടു, ഇപ്പോൾ പുള്ളിക്കാരി നഷ്ടപ്പെട്ടു. ആദ്യം എന്ന് വെച്ചാൽ ഒരു പ്രീസ്റ്റിൻ്റെ സഹായത്തോടെയാണ്, ഒരു പ്രീസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഫുഡൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഒരു ബേക്കർ കുറച്ച് ബ്രാൻഡിയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഇയാൾ പിച്ചെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് പ്രഫി ഇദ്ദേഹത്തെ കുറച്ച് കാലത്ത് സഹായിച്ചു. അവരുടെ പൗൾട്രി ഫാം, കോഴി ഫാമിൻ്റെ അടുത്ത് കിടക്കാനൊക്കെ അനുവദിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഈ പുള്ളിക്കാരിയും പോയി. ഇനിയിപ്പോൾ എന്നായും ഇൻ ദ വില്ലേജസ് എന്ന് വെച്ചാൽ ഗ്രാമങ്ങൾ, എന്ന് വെച്ചാൽ പുള്ളിയുടെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങൾ, ദ വില്ലേജസ് പീപ്പിൾ ഗേവ് ഹിം സ്കേഴ്സ്ലി എനിത്തിങ്. സ്കേഴ്സ്ലി എന്ന് വെച്ചാൽ വളരെ ക്ഷാമത്തോടെ, എന്ന് വെച്ചാൽ വളരെ റെയറായിട്ട്, വളരെ അപൂർവമായിട്ടുള്ളൊരു മീനിങ് ആണ്. ദ വില്ലേജസ് പീപ്പിൾ ഗേവ് ഹിം സ്കേഴ്സ്ലി എനിത്തിങ് ഹി വാസ് ടു വെൽ നോൺ എവരിബഡി ഹാഡ് ഗ്രോൺ ടയർഡ് ഓഫ് സീയിങ് ഹിം. അപ്പോൾ ഈ പ്രഫിയും കൂടെ മരിച്ചോടെ ഇദ്ദേഹത്തിൻ്റെ കാര്യം വളരെ കഷ്ടമായി. അപ്പോൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് പീപ്പിൾ, ഇപ്പോൾ അടുത്തുള്ള ഗ്രാമങ്ങളിലെ ആളുകൾ വളരെ സ്കേഴ്സ്ലി വെച്ചാൽ വളരെ അപൂർവമായിട്ട് ഇദ്ദേഹത്തിന് പൈസ ഒക്കെ കൊടുത്തുള്ളൂ. എവരിബഡി ഹാഡ് ഗ്രോൺ ടയേർഡ് ഓഫ് എന്ന് വെച്ചാൽ മടുത്തു. ഇപ്പോൾ എല്ലാവരും ഇവനെ കണ്ടു മടുത്തു. ടയേർഡ് ഓഫ് സീയിങ് ഹിം ഡേ ആഫ്റ്റർ ഡേ ഫോർ 40 years. 40 വർഷത്തോളമായിട്ട് ഇയാളെ കണ്ട് ഇവരെല്ലാം മടുത്തത് എന്നാണ് ഇവന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞ് ഗ്രാമവാസികൾ ഒരിക്കലും ഇദ്ദേഹത്തിന് ഫുഡോ സാധനങ്ങളോ കൊടുക്കാതെയായി. ഡ്രാഗിങ് ഹിസ് ഡീഫോംഡ് ആൻഡ് ടാറ്റേഡ് പേഴ്സൺ ഫ്രം ഡോർ ടു ഡോർ ഓൺ ഹിസ് വുഡൻ ക്രച്ചസ്. അപ്പോൾ അവർ പറയുന്നത് ഇതാ, ഞങ്ങൾക്ക് എന്ന് പറയും ഈ പൊയ്ക്കാലുകളിൽ വുഡൻ ക്രച്ചസ് എന്ന് പറഞ്ഞാൽ വുഡ് കൊണ്ടുണ്ടാക്കിയ ക്രച്ചസ് എന്ന് വെച്ചാൽ തടി കൊണ്ടുണ്ടാക്കിയ ക്രച്ചസ് എന്ന് വെച്ചാൽ മരക്കാലുകൾ കൊണ്ട് എന്നും ഇങ്ങനെ ഒരു ഡോറിൽ നിന്ന് അടുത്ത ഡോറിലേക്ക്, എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് ഇങ്ങനെ പിച്ചും ചാച്ചുകൊണ്ട് നടക്കുന്നത് ഇയാളെ കണ്ടുകൊണ്ട് മടുത്തെന്ന് ഇവർ പറയാൻ തുടങ്ങി. അതുകൊണ്ട് ഇവരൊന്നും കൊടുക്കാതെയായി. ബട്ട് ഹി കുഡ് നോട്ട് മേക്ക് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ എൽസ്വെയർ ബിക്കോസ് ഹി ന്യൂ നോ പ്ലേസ് ഓൺ എർത്ത് ബട്ട് ഹിസ് പർട്ടിക്കുലർ കോർണർ ഓഫ് ദി കൺട്രി. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ട്. ഇദ്ദേഹത്തിന് ആകെ അറിയാവുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ ഇദ്ദേഹം ജനിച്ചു വളർന്ന ഈ ഒരു സ്ഥലം ഒഴിച്ച് വേറൊരു സ്ഥലത്തോട്ട് ഇദ്ദേഹത്തിന് പോകാൻ കഴിയുമായിരുന്നില്ല. വേറൊരു സ്ഥലം ഇദ്ദേഹത്തിന് അറിയത്തില്ല. ആകെ ഈ ഒരു സ്പേസ് മാത്രമേ ഈ ഭൂമിയിൽ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. ദീസ് 3 or 4 വില്ലേജസ് എന്ന് വെച്ചാൽ 3-4 ഗ്രാമങ്ങൾ, ഈ അടുത്തോടത്തുള്ള ഈ 3-4 ഗ്രാമങ്ങളിലാണ് ഇദ്ദേഹം ഇന്ന് മാറി നടന്നിരുന്നത്. വേർ ഹി ഹാഡ് സ്പെൻഡ് ദ ഹോൾ ഓഫ് ഹിസ് മിസറബിൾ എക്സിസ്റ്റൻസ്. മിസറബിൾ എന്ന് വെച്ചാൽ വളരെ ദുരിതപൂർണ്ണമായ, മിസറബിൾ എക്സിസ്റ്റൻസ് പറഞ്ഞാൽ ദുരിതപൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാമീപ്യം അദ്ദേഹം കൊണ്ടുനടന്നിരുന്നത് ഈ 3 അല്ലെങ്കിൽ 4 വില്ലേജുകളിലാണ്. ഇവിടെ നിന്ന് വേറൊരു സ്പേസ് അദ്ദേഹത്തിന് അറിയത്തില്ല. ഹി ഹാഡ് ലിമിറ്റഡ് ഹിസ് ബെഗിങ് ഓപ്പറേഷൻസ് ആൻഡ് വുഡ് നോട്ട് ഫോർ വെയർസ് ഹാവ് പാസ്ഡ് ഹിസ് അക്കസ്റ്റംഡ് ബൗണ്ട്സ്. പുള്ളി ഇതിന് പുറത്തോട്ടുള്ള സ്ഥലങ്ങൾ പരിചയപ്പെടാൻ ഇദ്ദേഹം ആലോചിച്ചിരുന്നില്ല. അക്കസ്റ്റംഡ് എന്ന് വെച്ചാൽ പരിചയപ്പെടുക.
ഇപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ഇതിന് പുറത്തോട്ട് പോകാൻ പുള്ളി ശ്രമിച്ചിരുന്നില്ല, പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. ഹി ഡിഡ് നോട്ട് ഈവൻ നോ വെദർ ദ വേൾഡ് എക്സ്റ്റെൻഡഡ് ഫോർ എനി ഡിസ്റ്റൻസ് ബിയോണ്ട് ദ ട്രീസ് വിച്ച് ഹാഡ് ഓൾവേസ് ബൗണ്ടഡ് ഹിസ് വിഷൻ എന്ന് വെച്ചാൽ കാഴ്ച. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചയ്ക്കപ്പുറം ഈ മരങ്ങൾക്കൊക്കെ അപ്പുറത്ത് വേറെ ലോകം ഉണ്ടെന്നുള്ളത് പുള്ളിയെ സംബന്ധിച്ച് അറിയത്തില്ലായിരുന്നു. ഹി ഡിഡ് നോട്ട് ആസ്ക് ഹിംസെൽഫ് ദ ക്വസ്റ്റ്യൻ, അവനോട് തന്നെ ഈ ചോദ്യം ചോദിച്ചില്ല. ആൻഡ് വെൻ ദ പെസൻസ് എന്ന് വെച്ചാൽ കൃഷിക്കാർ, പെസൻസ് ടയേർഡ് ഓഫ് കോൺസ്റ്റൻ്റ്ലി മീറ്റിംഗ് ഹിം ഇൻ ദെയർ ഫീൽഡ്സ് ഓർ അലോങ് ദെയർ ലൈൻസ് എക്സ്ക്ലൈംഡ്. അപ്പോൾ സ്ഥിരമായിട്ട് കൃഷിക്കാർ ഇവനെ കണ്ടു കഴിഞ്ഞപ്പം അവരിങ്ങനെ ഡയലോഗ് പറയാൻ തുടങ്ങി. വൈ ഡോണ്ട് യു ഗോ ടു ദ അതർ വില്ലേജസ് ഇൻസ്റ്റെഡ് ഓഫ് ഓൾവേസ് ലിംബിങ് എബൌട്ട് ഹിയർ. അപ്പോൾ അവർ എന്നും കണ്ട് അവിടുത്തെ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ ഇവനോട് പറയാൻ തുടങ്ങി, നിനക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മുടന്തി നടക്കുന്നത്, ഇതിന് പരമായിട്ട് വേറെ ഏതെങ്കിലും ഗ്രാമത്തിലൂടെ പോയിക്കൂടെ. ഹീ ഡിഡ് നോട്ട് ആൻസർ, ബഗർ ഒന്നും പറഞ്ഞില്ല. ബട്ട് സ്ലാങ് എവേ പൊസസ്ഡ് വിത്ത് എ വേഗ് ഡ്രെഡ് ഓഫ് ദ അൺനോൺ, ദ ഡ്രെഡ് ഓഫ് എ പൂവർ റച്ച് ഹൂ ഫിയേഴ്സ് കൺഫ്യൂസ്ഡ്ലി 1,000 തിങ്സ്, ന്യൂ ഫേസസ്, ടോൺസ്, ഇൻസൾട്ട്സ്. അപ്പോൾ പുള്ളി ഒരക്ഷരം മിണ്ടാതെ എന്ന് വെച്ചാൽ ഒരു ദരിദ്രമായിട്ടുള്ളൊരു മുഖത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോയി. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ഭയപ്പെടണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ന്യൂ ഫേസസ്, പുതിയ ആളുകളെ കാണുമ്പം അവരെങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ടോൺസ്, ഭീഷണികൾ, അതുപോലെ തന്നെ ഇൻസൾട്ട്സ് എന്ന് വെച്ചാൽ ഉപദ്രവങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാൻ മറ്റൊരു സ്ഥലത്തോട്ട് പോയെങ്കിൽ. ഇത് സസ്പീഷ്യസ് എന്ന് വെച്ചാൽ സംശയത്തോടു കൂടിയുള്ള, ഗ്ലാൻസസ് എന്ന് വെച്ചാൽ നോട്ടം, ഗ്ലാൻസസ് എന്ന് വെച്ചാൽ നോട്ടങ്ങൾ, എന്ന് വെച്ചാൽ സംശയ ദൃഷ്ടിയോടെയുള്ള മറ്റുള്ളവരുടെ നോട്ടങ്ങൾ, ഇതെല്ലാം ഇവന് ഫേസ് ചെയ്യേണ്ടി വരും മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ. ഗ്ലാൻസസ് ഓഫ് പീപ്പിൾ ഹു ഡു നോട്ട് നോ ഹിം ആൻഡ് ദ പോലീസ്മെൻ വാക്കിംഗ് ഇൻ കപ്പിൾസ് ഓൺ ദ റോഡ്സ്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന് പോലീസുകാരെ വളരെ പേടിയാണ്. അപ്പം വേറൊരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ പോലീസുകാർ നടക്കുന്നത് കണ്ടാൽ അതും വളരെ പ്രശ്നമുള്ളൊരു കേസാണ്. ദീസ് ലാസ്റ്റ് ഹി ഓൾവേസ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ജന്മവാസന എന്നുള്ളത്. ഇൻസ്റ്റിങ്ക്റ്റീവ്ലി എന്ന് വെച്ചാൽ ജന്മവാസനയോടെ. ഇപ്പോൾ ഈ പുള്ളിക്ക് ഇതിൻ്റെ അകത്ത് പുള്ളി പല ടെൻഷനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. പുതിയ ആളുകളെ കാണേണ്ടി വരും, അവരുടെ ഇൻസൾട്ടുകൾ, ഉപദ്രവങ്ങൾ, ഇതെല്ലാം സഹിക്കേണ്ടി വരും. അപ്പം അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് പോലീസ്മാൻ അവർ റോഡിൽ കൂടെ നടക്കുന്ന കാണും, അപ്പോൾ അവരെയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പുള്ളിയുടെ ജന്മവാസനയായിട്ട് ഇൻസ്റ്റിങ്ക്റ്റ്ലി എന്ന് വെച്ചാൽ ജന്മവാസനപരമായിട്ട് അദ്ദേഹം ജന്മന അവോയ്ഡ് ചെയ്തിരുന്ന ഒരു വ്യക്തികളാണ് പോലീസുകാർ. ടേക്കിംഗ് റെഫ്യൂജി ഇൻ ദ ബുഷസ്, പോലീസുകാരെ കണ്ട ബുഷസ് എന്ന് വെച്ചാൽ കുറ്റിക്കാട്, ഓർ ബിഹൈൻഡ് ഹീപ്സ് ഓഫ് സ്റ്റോൺസ്, അല്ലെങ്കിൽ വലിയ കല്ലുകളുടെ മറവിൽ ഒക്കെയാണ് ഇവൻ ഒളിച്ചിരുന്നത്. വെൻ ഹി സോ ദം കമ്മിങ്, ഹീപ്സ് ഓഫ് സ്റ്റോൺസ് വെൻ ഹി സോ ദം കമ്മിങ്. ഇപ്പോൾ പോലീസുകാർ വരുന്ന ഇവൻ എപ്പോൾ കണ്ടാലും ഇവന് വലിയ കല്ലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറ്റിച്ചെടികളുടെ ഇടയ്ക്കൊക്കെയാണ് ഒളിച്ചിരുന്നത്. പുള്ളി പോലീസുകാരെ അത്രയും ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. പുള്ളി ഈ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ഇവരെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ ഈ 4 ഗ്രാമങ്ങളാണെങ്കിൽ പുള്ളിക്ക് ഈ 3 അല്ലെങ്കിൽ 4 ഗ്രാമങ്ങൾ പുള്ളി സ്ഥിരം പോകുന്ന സ്ഥലങ്ങളായതുകൊണ്ട് പുള്ളിക്ക് പരിചയമുണ്ട്. പക്ഷേ ഇനി പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് പറയാൻ പറ്റത്തില്ല. വെൻ ഹി പെർസീവ്ഡ് ദം ഇൻ ദ ഡിസ്റ്റൻസ്, എന്ന് വെച്ചാൽ പോലീസുകാരെയാണോ ഉദ്ദേശിക്കുന്നത്, പോലീസുകാരെ ദൂരത്ത് നിന്ന് കാണുമ്പോഴേ വിത്ത് യൂണിഫോംസ് ഗ്ലെയിമിംഗ് ഇൻ ദ സൺ ഹി വാസ് സഡൻലി പൊസസ്ഡ് വിത്ത് അൺവാണ്ടഡ് ഏജിലിറ്റി ഓഫ് എ വൈൽഡ് ആനിമൽ ലീക്കിംഗ് ഇറ്റ്സ് എ ലെയർ എന്ന് വെച്ചാൽ മാളം. അപ്പോൾ മാളം ലക്ഷ്യമാക്കി എന്ന് വെച്ചാൽ വന്യമൃഗങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ മാളം ലക്ഷ്യമാക്കി അവർ പോകും. അതുപോലെയാണ് ഈ നമ്മുടെ ബഗർ പോലീസുകാരെ യൂണിഫോം ഇട്ട പോലീസുകാരെ കാണുമ്പോഴേ ചാടി ഒളിക്കുമായിരുന്നു. ഇത് ഏജിലിറ്റി എന്ന് വെച്ചാൽ ഊർജ്ജസ്വലത, ഏജിലിറ്റി ഓഫ് എ വൈൽഡ് ആനിമൽ എന്ന് വെച്ചാൽ ഒരു വന്യമൃഗത്തിൻ്റെ ഊരോടെ പുള്ളി ഒളിക്കുമായിരുന്നു. ഹീ ത്രൂ എസൈഡ് ഹിസ് ക്രച്ചസ് എന്ന് വെച്ചാൽ പുള്ളി ആ സമയം ക്രച്ചസ് ഒക്കെ കളഞ്ഞിട്ട് എവിടെയും ഒളിച്ചിരിക്കും. ഫെൽ ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഒളിക്കാനുള്ള സമയത്തെന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ ക്രച്ചസ് കളഞ്ഞിട്ട് നിലത്തോട് ഇഴഞ്ഞാണ് പുള്ളി ഒളിക്കാൻ പോകുന്നത്. ഫെൽ ടു ദ ഗ്രൗണ്ട് ലൈക്ക് എ ലിംബ് റാഗ്. ലിംബെന്ന് വെച്ചാൽ മുടന്തുന്ന. ലിംബ് റാഗ് മെയ്ഡ് ഹിംസെൽഫ് ആസ് സ്മോൾ പോസിബിൾ ആൻഡ് ക്രൗച്ചഡ് ലൈക്ക് എ ബെയർ അണ്ടർ കവർ. അപ്പോൾ പുള്ളി എന്നാ ചെയ്യും, പുള്ളി എന്നിട്ട് എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കും. ഹിസ് ടാറ്റേഡ് വെസ്റ്റ്മെൻറ്റ്സ് ബ്ലെൻഡിങ് ഇൻ ഹ്യൂ വിത്ത് ദ എർത്ത് ഓൺ വിച്ച് ഹി കവേർഡ്. അതുപോലെ തന്നെ പുള്ളി മണ്ണിനോട് ചേർന്ന് ഇങ്ങനെ പതിഞ്ഞ് കിടക്കും, ഇങ്ങനെ ഇലക്കകത്തൊക്കെ ഇടയ്ക്ക് മൂടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റിക്കാടുകൾക്കിടയ്ക്കൊക്കെ മൂടി. ഓക്കെ, ഹി ഹാഡ് നെവർ ഹാഡ് എനി ട്രബിൾ വിത്ത് ദ പോലീസ്. പുള്ളിക്ക് പക്ഷേ ഇതുവരെ പോലീസുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ബട്ട് ദ ഇൻസ്റ്റിങ്ക്റ്റ് ടു അവോയ്ഡ് ദം വാസ് ഇൻ ഹിസ് ബ്ലഡ്. പക്ഷേ അവൻ്റെ രക്തത്തിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് പോലീസിനെ കാണുമ്പോഴേ ഒളിക്കുക എന്നുള്ളത്. അത് അവൻ്റെ ഒരു ജന്മവാസനയായിരുന്നു. ഇൻസ്റ്റിങ്ക്റ്റ്, ജന്മവാസന, ബ്ലഡ്, അവൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരുന്ന ഒരു ജന്മവാസനയായിരുന്നു പോലീസിനെ കാണുമ്പോൾ ഒളിക്കുക എന്നുള്ളത്. അല്ല, പോലീസുകാർ ഇതുവരെ അവനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഹി സീംഡ് ടു ഹാവ് ഇൻഹെറിറ്റഡ് എന്ന് വെച്ചാൽ ജന്മന ഉള്ളത് തന്നെ, മറ്റൊരു വാക്കാണത്, പാരമ്പര്യമായിട്ടെന്നുള്ളത്. ഇങ്ങനെ ഇൻഹെറിറ്റഡ് ഇറ്റ് ഫ്രം ദ പേരൻസ് ഹി ഹാഡ് നെവർ നോൺ. പുള്ളിക്ക് പുള്ളിയുടെ പേരൻസ് ആരാന്ന് അറിയത്തില്ല. അപ്പോൾ പുള്ളിക്ക് അറിയപ്പെടത്തില്ലാത്ത പുള്ളിയുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കിട്ടിയൊരു ഗുണം പോലെയായിരുന്നു ഇത്, പോലീസുകാരെ കാണുമ്പോൾ ഒളിക്കുക എന്നുള്ളത്. ഹി ഹാഡ് നോ റെഫ്യൂജ് എന്ന് വെച്ചാൽ ഒരു അഭയം. ഹി ഹാഡ് നോ റെഫ്യൂജ്. റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ അഭയം. റെഫ്യൂജി എന്ന് പറഞ്ഞാൽ ഒരു ഈയും കൂടിയുണ്ട്, അതിൻ്റെ അർത്ഥം അഭയാർത്ഥി. റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ അഭയ കേന്ദ്രം,
റെഫ്യൂജി എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു ഈയും കൂടി ഇതിൻ്റെ ഇടുക, അതിനെയാണ് പറയുന്നത് അഭയാർത്ഥി. മനസ്സിലായോ? റെഫ്യൂജി മദറിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഈയും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഷെൽട്ടർ ഇല്ല. നോ റൂഫ് ഫോർ ഹിസ് ഹെഡ്, തല ചായ്ക്കാൻ ഒരു ഇടവില്ല. നോ ഷെൽട്ടർ ഫോർ എനി കൈൻഡ്, അപ്പോൾ സംരക്ഷണത്തിന് പറ്റിയ ഒരു സ്ഥലം പുള്ളിക്ക് താമസിക്കാനില്ലാഞ്ഞു. ഇൻ സമ്മർ ഹി സ്ലെപ്റ്റ് ഔട്ട് ഓഫ് ഡോർസ് ആൻഡ് ഇൻ വിൻ്റർ ഹി ഷോഡ് റിമാർക്കബിൾ സ്കിൽ ഇൻ സ്ലിപ്പിംഗ് അൺപെർസീവ്ഡ് ഇൻ ടു ബാൻഡ്സ് ആൻഡ് സ്റ്റേബിൾസ്. ഇപ്പോൾ വേനൽക്കാലത്ത് പുള്ളി എന്നാ സ്ലെപ്റ്റ് ഔട്ട് ഓഫ് ഡോർസ് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വീടിൻ്റെ പടിവാതിൽക്കലുകൾ കിടന്നുറങ്ങിയിരുന്നു. ഇൻ വിൻ്റർ എന്ന് വെച്ചാൽ തണുപ്പ് കാലത്ത് ഹി ഷോഡ് റിമാർക്കബിൾ സ്കിൽ ഇൻ സ്ലിപ്പിംഗ് അൺപെർസീവ്ഡ് ഇൻ ടു ബാൻഡ്സ് ആൻഡ് സ്റ്റേബിൾസ്. ഹി ഓൾവേസ് ഡീക്യാമ്പ്ഡ് ബിഫോർ ഹിസ് പ്രസൻസ് കുഡ് ബി ഡിസ്കവേർഡ്. അപ്പോൾ പുള്ളി വിൻ്ററിൽ തന്നെ പുള്ളി ഓരോരുത്തരും വീടിൻ്റെയൊക്കെ അറ്റത്തും ഉള്ളിലുമൊക്കെ ആയിട്ട് താമസിക്കുമായിരുന്നു. പക്ഷേ എന്നാവട്ടെ അങ്ങനെ താമസിക്കുമ്പോൾ പുള്ളിയെ ആരും നോട്ട് ചെയ്യാതിരിക്കാൻ പുള്ളി പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. ഹി ന്യൂ ഓൾ ദ ഹോൾസ് എന്ന് വെച്ചാൽ എല്ലാ വഴികളും എന്നുള്ള മീനിങ്, എല്ലാ ചെറിയ ദ്വാരങ്ങളും, ഓൾ ദ ഹോൾസ് ത്രൂ വിച്ച് വൺ കുഡ് ക്രീപ്പ് ഇൻ ടു ഫാം ബിൽഡിങ്സ്. അപ്പം പുള്ളി കൃഷിക്കാരുടെ മറ്റേ ഫാം ബിൽഡിങ്ങിൻ്റെയൊക്കെ ചില ഭാഗങ്ങളിൽ ഒളിച്ച് കിടക്കുമായിരുന്നു വിൻ്ററിൽ. അപ്പോൾ അവർ വരുന്ന കണ്ടുപിടിക്കുന്നതിന് മുമ്പേ പുള്ളി അതിലൂടെയുള്ള തുളകളിലൂടെയൊക്കെ ഇറങ്ങി പോകുമായിരുന്നു, അവരുടെ മുമ്പിൽ പിടികൊടുക്കാതെ. ആൻഡ് ദ ഹാൻഡിലിംഗ് ഓഫ് ഹിസ് ക്രച്ചസ് ഹാവിങ് മെയ്ഡ് ഹിസ് ആംസ് സർപ്രൈസിംഗ്ലി മസ്കുലർ. പിന്നെ പുള്ളി സ്ഥിരമായിട്ട് ഈ വടി ഇങ്ങനെ ഊന്നി എൻ്റെ ചെയ്തു. പുള്ളിയുടെ കൈക്ക് നല്ല ശക്തി വന്നു, ഒരു മസ്കുലാരിറ്റി വന്നു. കാരണം കാലില്ലാത്തതുകൊണ്ട് കയ്യിലാണ് എല്ലാം നടന്നത്. അപ് ത്രൂ ഷീർ സ്ട്രെങ്ത് ഓഫ് റിസ്റ്റ് ഇൻ ടു ഹേലോസ്. അപ്പോൾ പുള്ളിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ കൈകൾക്കും നല്ല ശക്തി ഉണ്ടായിരുന്നു. വേർ ഹി സംടൈംസ് റിമൈൻഡ് ഫോർ 4 or 5 days at a time പ്രൊവൈഡഡ് ഹി ഹാഡ് കളക്റ്റഡ് എ സഫിഷ്യൻറ്റ് സ്റ്റോർ ഓഫ് ഫുഡ് ബിഫോർ ഹാൻഡ്. അപ്പം പുള്ളിക്കപ്പം ചില അവസ്ഥകളിലൊക്കെ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഏതെങ്കിലും ഫാം ലാൻഡിൽ നിന്നൊക്കെ എടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു, കാരണം കൈകൾക്ക് ശക്തി ഉള്ളതുകൊണ്ട്. അപ്പോൾ പുള്ളി ആവശ്യത്തിനുള്ള ഫുഡ് അങ്ങനെയൊക്കെ അടിച്ചു മാറ്റിയിരുന്നു. എന്നുവെച്ചാൽ പുള്ളിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ല, പുള്ളി ഒരു സ്ഥിരം കള്ളനായതുകൊണ്ടല്ല. ഹി ലീവ്ഡ് ലൈക്ക് ദ ബീസ്റ്റ് എന്ന് വെച്ചാൽ മൃഗങ്ങൾ, ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ. ഹി ലീവ്ഡ് ലൈക്ക് ദ ബീസ്റ്റ് ഓഫ് ദ ഫീൽഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ വയലുകളിലൊക്കെ കാണുന്ന മൃഗങ്ങളെ പോലെയാണ് പുള്ളി ജീവിച്ചിരുന്നത്. ഹി വാസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മെൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ മധ്യത്തിലാണ്. യെറ്റ് ന്യൂ നോ വൺ, പുള്ളി ആളുകളുടെ മധ്യത്തിലാണ് ജീവിച്ചിരുന്നെങ്കിലും ആർക്കും പുള്ളിയെ അറിയത്തില്ലാത്ത രീതിക്കാണ് പുള്ളി ഫാമിലൊക്കെ ഒളിച്ചു കിടന്നിരുന്നത്. ലൗഡ് നോ വൺ എക്സൈറ്റിംഗ് ഇൻ ദ ബ്രസ്റ്റ് ഓഫ് പെസൻസ് ഓൺലി എ സോർട്ട് ഓഫ് കെയർലെസ് കണ്ടംപ്റ്റ് ആൻഡ് സ്മോൾഡറിങ് ഹോസ്റ്റൈലിറ്റി. അപ്പോൾ പുള്ളി പറയും ആളുകൾക്കൊന്നും പുള്ളിയെക്കുറിച്ച് അറിയത്തില്ല, പുള്ളി അറിയേണ്ട കാര്യം അവർക്കില്ല. അവർക്കെല്ലാം എന്ന് വെച്ചാൽ പുള്ളിയെ അവരെല്ലാം ട്രീറ്റ് ചെയ്തിരുന്നത് മോശമായ രീതിക്കാണ്. ദേ നിക്നെയിംഡ് ഹിം ബെൽ. അപ്പം ഫാമേഴ്സൊക്കെ ഇദ്ദേഹത്തെ സഹായിക്കേണ്ടവരും ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് ബെൽ എന്നാണ്. അപ്പം നിക്കോളാസ് ട്യൂസൻഡ് എന്ന് പറയുന്ന ഇയാളെ വിളിച്ചിരുന്ന പേരെന്ന് പറഞ്ഞാൽ ബെൽ എന്നുള്ള പേരിലാണ് ആളുകളെ ഇവനെ വിളിച്ചിരുന്നത്. ബിക്കോസ് ഹി ഹങ് ബിറ്റ്വീൻ ഹിസ് 2 crutches ലൈക്ക് ചർച്ചബിൾ ബിറ്റ്വീൻ ഇറ്റ്സ് സപ്പോർട്ടേഴ്സ്. അപ്പോൾ പുള്ളിയുടെ തല ഇങ്ങനെ 2 crutchesന് ഇടയ്ക്കെന്ന് വെച്ചാൽ 2 crutches ഊന്നിയ തോളുകൾക്കിടയ്ക്ക് പുള്ളിയുടെ തല ഇരിക്കുന്ന കണ്ടാൽ ഈ ചർച്ച് ബെൽ, പള്ളിയിലെ മണിയുടെ ചുറ്റുമുള്ള 2 പില്ലർ പോലെയാണ് ആളുകൾ കണ്ടത്. അപ്പം ഇവൻ്റെ തല ഒരു മണിയോടാണ് അവർ സാദൃശ്യപ്പെടുത്തിയത്. അപ്പോൾ അവർ പുള്ളിയെ ബെൽ എന്നാണ് വിളിച്ചിരുന്നത്. ഫോർ 2 days ഹി ഹാഡ് ഈറ്റൻ നത്തിങ്. 2 ദിവസമായിട്ട് ഇനി നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരിക. കഴിഞ്ഞ 2 ദിവസമായിട്ട് പുള്ളി ഒന്നും കഴിച്ചിട്ടില്ല. നമുക്കറിയാം 2 ദിവസം കഴിക്കാതെ ജീവിക്കാൻ വലിയ പാടാണ്. നോ വൺ ഗേവ് ഹിം എനിത്തിങ് നൗ. ആരും ഒരു സാധനം പോലും കൊടുത്തില്ല. എവറി വൺസ് പേഷ്യൻസ് എന്ന് വെച്ചാൽ ക്ഷമ. പ്ലസ് എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ക്ഷമ നശിച്ചു. പേഷ്യൻസ് എന്ന് ഇവിടെ ഉള്ളതിൻ്റെ അർത്ഥം ക്ഷമ, മറ്റേ പേഷ്യൻ്റ് അല്ല, PTIENT പേഷ്യൻ്റ് അല്ല, അത് രോഗി, ഇത് പേഷ്യൻസ് ക്ഷമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷമ നശിച്ചു. വിമൺ എന്ന് വെച്ചാൽ സ്ത്രീകൾ, വുമൺ എന്ന് വെച്ചാൽ സ്ത്രീ. WOMAN ആണെങ്കിൽ വുമൺ എന്ന് വായിച്ചാൽ WOMEN ആയതുകൊണ്ട് വിമൺ എന്ന് വായിക്കും. വിമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നായത് വിമൺ ഷൗട്ടഡ് ടു ഹിം ഫ്രം ദർ ഡോർ സ്റ്റെപ്സ് വെൻ ദ സോ ഹിം കമ്മിങ്. അപ്പം സ്ത്രീകൾ എന്നാ ചെയ്യും, പുള്ളിയെ കാണുമ്പോൾ ഒച്ച വെക്കാൻ തുടങ്ങും. എന്തെങ്കിലും പിച്ച് ചോദിച്ച് വരുമ്പോൾ ബി ഓഫ് വിത്ത് യു ഗുഡ് ഫോർ നത്തിങ് എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളാത്തവനെ, വാഗാബോണ്ട്, തെരുവ് തണ്ടി, വൈ ഐ ഗേവ് യു പീസ് ഓഫ് ബ്രെഡ് ഓൺലി 3 days ago. അപ്പോൾ അവർ ചോദിക്കുന്നത് ഞാൻ 3 ദിവസം മുമ്പല്ലേ നിങ്ങൾക്ക് ഫുഡ് തന്നത്, പിന്നെ എന്നാ കാണിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ പിന്നെ എന്നാ കാണിക്കാൻ ഇങ്ങോട്ട് വരുന്നത്, എൻ്റെ അടുത്താണ് തെണ്ടാൻ വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് സ്ത്രീകൾ ചോദിച്ചത്. ഒന്നിനും കൊള്ളാത്തവനെ നിനക്കൊക്കെ പോയിക്കൂടെ തെരുവ് തണ്ടി, ഇങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. ആൻഡ് ഹി ടേൺഡ് ഓൺ സ്ക്രാച്ചസ് ടു ദ നെക്സ്റ്റ് ഹൗസ് വെയർ ഹി വാസ് റിസീവ്ഡ് ഇൻ ദ സെയിം ഫാഷൻ. ഇനി അവൻ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അവിടുത്തെ സ്ത്രീ അല്ലെങ്കിൽ അവിടുത്തെ പുരുഷൻ ഇതുപോലെ കളിയാക്കി വിടുക. ഇത് വിമൺ എന്ന് വെച്ചാൽ സ്ത്രീകൾ. ദ വിമൺ ഡിക്ലെയർഡ് ടു വൺ അനദർ ആസ് ദേ സ്റ്റുഡ് അറ്റ് ദെയർ ഡോർ. അപ്പോൾ ഈ ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒച്ച വെക്കുന്ന നിൽക്കുമ്പോൾ അടുത്ത സ്ത്രീ മൂത്ത് അതേ ഒച്ച തന്നെ പറയും. അപ്പോൾ അടുത്ത തന്നെ വി കോൺ ഫീഡ് ദാറ്റ് ലേസി ബ്രൂട്ട് എന്ന് വെച്ചാൽ മടിയനായിട്ടുള്ള ഈ തെണ്ടിക്ക് ബ്രൂട്ട് ഓൾ ദ ഇയർ റൗണ്ട്. എന്നിട്ട് അവർ പരസ്പരം അവിടെ നിന്ന് ഒരു ഡോറിൽ നിന്ന് മറ്റൊരു ഡോറിലോട്ട് എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് വിളിച്ച് പറയും, ഈ തെണ്ടിക്ക് നമുക്ക് ഈ വർഷം മുഴുവൻ തീറ്റ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല.
he had exhausted Saint Hilary, Warville, and less bullets without getting a single copper or so much as a dry crust. അപ്പോൾ സെയിൻറ്റ് ഹില്ലറി, വാർവില്ലെ, ലെസ് ബ്രിസറ്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3-4 ഗ്രാമങ്ങളില്ലേ, ആ ഗ്രാമങ്ങളെ പറയുന്നത് സെയിൻറ്റ് ഹില്ലറി, വാർവില്ലെ ആൻഡ് ലെസ് ബ്രിസറ്റ്സ്. അപ്പോൾ ഇവിടെയൊക്കെ ചെന്നാൽ അപ്പോൾ അവനൊന്നും കിട്ടുമല്ലെന്ന്. ഒടുവിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ, സിംഗിൾ കോപ്പർ ഓർ സോ മച്ച് ആസ് ഡ്രൈ ക്രസ്റ്റ്. ഇനി ഉണങ്ങിയ ഫുഡ് പോലും, ഉണങ്ങിയ ധാന്യങ്ങൾ പോലും കൊടുക്കുമായിരുന്നു. ഹിസ് ഒൺലി ഹോപ്പ് വാസ് ഇൻ ടൂർനോളസ്. പിന്നെ അവസാനമായിട്ടുള്ള അവസാനത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്ന ഈ സ്ഥലമാണ്, ടൂർനോളസ് എന്ന് പറയുന്ന ഗ്രാമമാണ്. ബട്ട് ടു റീച്ച് ദിസ് പ്ലേസ് ഹി വുഡ് ഹാവ് ടു വാക്ക് 5 miles അലോങ് ദ ഹൈ റോഡ്. അപ്പോൾ ഹൈവേ റോഡിൽ കൂടെ പുള്ളി 5 മൈൽ നടന്നാലോ ഈ പറഞ്ഞ ടൂർനോളസിൽ എത്താൻ പറ്റുള്ളൂ. ആൻഡ് ഹി ഫെൽറ്റ് സോ വേറി എന്ന് വെച്ചാൽ മടുപ്പ്, ദാറ്റ് ഹി കുഡ് കാർലി ഡ്രാഗ് ഹിംസെൽഫ് അനദർ യാർഡ്. അപ്പോൾ ഒരു മുറ്റത്ത് നിന്ന് അടുത്ത മുറ്റത്തെത്താൻ അദ്ദേഹം എന്ത് ചെയ്തു, എഴഞ്ഞെഴിഞ്ഞ് പോകേണ്ടി വന്നു. ഹിസ് സ്റ്റൊമക്ക് ആൻഡ് ഹിസ് പോക്കറ്റ് വെർ ഈക്വലി എംറ്റി. അദ്ദേഹത്തിൻ്റെ വയറും ശൂന്യമായിരുന്നു, പോക്കറ്റും എം ടി ആയിരുന്നു, രണ്ടിലും ഒന്നുമില്ലാനും. ബട്ട് ഹി സ്റ്റാർട്ടഡ് ഓൺ ഹിസ് വേ. പക്ഷേ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഈ 5 മൈൽ ഇദ്ദേഹം എഴഞ്ഞും വലിഞ്ഞും ഒക്കെ ആയിട്ട് പോവാം. ഇറ്റ് വാസ് ഡിസംബർ ആൻഡ് എ കോൾഡ് വിൻഡ് ബ്ലൂ ഓവർ ദ ഫീൽഡ്സ് ആൻഡ് വിസിൽഡ് ത്രൂ ദ ബെയർ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ്. അതൊരു ഡിസംബർ ആയിരുന്നു. ആ സമയത്ത് ഇങ്ങനെ കോൾഡ് വിൻഡ് എന്ന് വെച്ചാൽ തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുക. ദ ക്ലൗഡ്സ് ക്യാരിയർഡ് മാർലി അക്രോസ് ദ ബ്ലാക്ക് ത്രട്ടണിങ് സ്കൈ. The cripple dragged himself slowly along, raising one crutch after the other with a painful effort. അപ്പോൾ വളരെ വേദനാജനകമായിട്ട് അദ്ദേഹം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുവാണ് ഈ ക്രച്ചസും വലിച്ചുകൊണ്ട്. Propping himself on the one distorted leg which remained to him. Now and then he sat down beside a ditch for a few moments rest. ഇപ്പോൾ ഇടയ്ക്ക് പുള്ളി എന്നെ ചെയ്ത് വഴി വെക്കില്ല, ഇങ്ങനെ ഇരിക്കുക. ഹങ്കർ വാസ് നോവിങ് ഹിസ് വൈറ്റൽസ്. അപ്പോൾ അവൻ്റെ ഊർജ്ജസ്വലത, വൈറ്റൽസിൻ്റെ അവൻ്റെ ഊർജ്ജസ്വലത മുഴുവൻ ഇല്ലാതാക്കുവാണ് വിശപ്പ്. ആൻഡ് ഇൻ ഹിസ് കൺഫ്യൂസ്ഡ് വെച്ച് ആശയക്കുഴപ്പത്തിലായ സ്ലോ വർക്കിംഗ് മൈൻഡ് ഹി ഹാഡ് ഓൺലി വൺ ഐഡിയ, ടു ഈറ്റ്. അപ്പോൾ അവൻ്റെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായ മൈൻഡിൽ ഇപ്പോൾ ഒറ്റ ആഗ്രഹമുള്ളൂ, ടു ഈറ്റ്, ഫുഡ് കഴിക്കുക. ബട്ട് ഹൗ ദിസ് വാസ് ടു അക്കംപ്ലിഷ്ഡ് ഹി ഡിഡ് നോട്ട് നോ. പക്ഷേ അവൻ അറിയത്തില്ല എന്ത് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. ഫോർ 3 hours ഹി കണ്ടിന്യൂഡ് ഹിസ് പെയിൻഫുൾ ജേണി. 3 മണിക്കൂറോളം അവൻ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി ഇവൻ്റെ ഈ പെയിൻഫുൾ വേദനാജനകമായിട്ടുള്ള ജേണി നടത്തി. ദെൻ അറ്റ് ലാസ്റ്റ് ദ സൈറ്റ് ഓഫ് ദ ട്രീസ് ഓഫ് ദ വില്ലേജ് ഇൻസ്പയർഡ് ഹിം വിത്ത് ന്യൂ എനർജി. ഒടുവിൽ അവനെ പുതിയ ഗ്രാമത്തിൻ്റെ മരങ്ങൾ കണ്ടതോടെ അവനിച്ചൊരു സമ്മാനം കിട്ടി. ദ ഫസ്റ്റ് പെസൻറ്റ് ഹി മെറ്റ്. ആദ്യമേ കണ്ട ഗ്രാമവാസിയെ. ആൻഡ് ഓഫ് ഹോം ഹി ആസ്ക്ഡ് ആംസർ റിപ്ലൈഡ്. അവൻ ആദ്യമേ കണ്ട ഗ്രാമവാസിയോട് പിച്ച് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയായിരുന്നു റിപ്ലൈ, മറുപടി ഇങ്ങനെയായിരുന്നു. സോ ഇറ്റ് ഈസ് യു അഗെയിൻ, ഈസ് ഇറ്റ് യു ഓൾഡ് സ്കാമ്പ്, ഷാൽ ഐ നെവർ ബി റിഡ് ഓഫ് യു. അപ്പോൾ അയാൾ ചോദിച്ച ചോദ്യം, നീ പിന്നെ തിരിച്ചു വന്നോടാ, നിന്നെ ഞാൻ ഒരു തവണ ഇവിടെ നാട്ടിൽ പായിച്ചല്ലേ, റിഡ് ഓഫ് യു മീൻസ് ഇവിടെ നാട്ടിൽ പായിച്ചല്ലേ. ആൻഡ് ബെൽ വെൻറ്റ് ഓൺ ഹിസ് ബേ. ബെൽ എന്നാ ഇത് പിന്നെ അവിടുന്ന് വഴിയില്ലാതെ പിന്നെയും പോവുക. അറ്റ് എവറി ഡോർ ഹീ ഗോട്ട് നത്തിങ് ബട്ട് ഹാർഡ് വേർഡ്സ്. ഒരിടത്ത് നിന്നും ഒന്നും കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രതീക്ഷ ടൂർനോളസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടും അവിടെ നിന്നും ഒന്നും കിട്ടിയില്ല. അവിടെ നിന്നെല്ലാം കിട്ടിയ ഒരു സാധനമുണ്ട്, ശകാര വാക്കുകൾ, ആക്ഷേപം. ഹി മെയ്ഡ് ദ റൗണ്ട് ഓഫ് ദ ഹോൾ വില്ലേജ്. ഗ്രാമം മുഴുവൻ ചുറ്റി, പക്ഷെ ഒന്നും കിട്ടിയില്ല. ബട്ട് റിസീവ്ഡ് നോട്ട് എ ഹാഫ് പെന്നി. എന്ന് വെച്ചാൽ ഒരു അരയണ പോലും കിട്ടിയില്ല എന്ന് പറയുന്നത്. ഹാഫ് പെന്നി ഫോർ ഹിസ് പെയിൻസ്. അപ്പോൾ ഇവൻ്റെ വേദനയ്ക്ക് പറയാത്ത ഒരു അരയണ പോലും കിട്ടിയില്ല. ദെൻ ഹി വിസിറ്റഡ് ദ നെയ്ബറിങ് ഫാംസ്. അപ്പോൾ അടുത്തടുത്തുള്ള ഫാമുകൾ, കൃഷിയിടങ്ങൾ നോക്കി. ടോയിലിംഗ് ത്രൂ ദ മഡി ലാൻഡ് എന്ന് വെച്ചാൽ ചെളി നിറഞ്ഞ ലാൻഡിൽ കൂടെയൊക്കെ ഇഴഞ്ഞു. സോ എക്സോസ്റ്റഡ്, ഒരുപാട് മടുത്തു. ദാറ്റ് ഹി കുഡ് ഹാർഡ്ലി റൈസ് ഹിസ് സ്ക്രാച്ചസ് ഫ്രം ദ ഗ്രൗണ്ട്. ഹി മെറ്റ് വിത്ത് ദ സെയിം റിസപ്ഷൻ എവരിവെയർ. റിസപ്ഷൻ എന്ന് വെച്ചാൽ സ്വീകരണം, എല്ലായിടത്തും നിന്ന് സെയിം സ്വീകരണമാണ് കിട്ടുന്നത്. ഇറ്റ് വാസ് വൺ ഓഫ് ദ കോൾഡ് ബ്ലീക്ക് ഡേയ്സ് വെൻ ദ ഹാർട്ട് ഈസ് ഫ്രോസൺ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹൃദയം മരച്ചു. ആൻഡ് ദ ടെമ്പർ ഇരിറ്റബിൾ, സഹിക്കാനാവാത്ത അവസ്ഥയായി. ആൻഡ് ഹാൻഡ്സ് ഡു നോട്ട് ഓപ്പൺ ഐദർ ടു ഗീവ് മണി ഓർ ഫുഡ്. ഇപ്പോൾ കൈകൾ തുറക്കാൻ പറ്റുകയെന്നായിപ്പോയി. ഒന്നെങ്കിൽ ഫുഡ് വേണം, അല്ലെങ്കിൽ മണി വേണം. അതുപോലെ തന്നെ അങ്ങനെയല്ല, ക്യാൻസ് ഐദർ ഓപ്പൺ എന്ന് വെച്ചാൽ മറ്റേ ആരുടെയും കൈകൾ കണ്ടില്ല എന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ മണി കൊടുക്കാനോ ആയിട്ട് ആരുടെയും കൈകൾ കണ്ടില്ല. വെൻ ഹി ഹാഡ് വിസിറ്റഡ് ഓൾ ദ ഹൗസസ് ഹി ന്യൂ, ബെൽ സാങ് ഡൗൺ ഇൻ ദ കോർണർ ഓഫ് ദ ഡിച്ച് റണ്ണിങ് അക്രോസ് ദ ചിക്കറ്റ്സ് ഫാം യാർഡ്. Letting his scratches slip to the ground, he remained motionless, tortured by hunger. അങ്ങനെ ഇവന് ഒരു നടന്ന് ഒരു ഫാം യാർഡിൽ എത്തുവാണ്. എല്ലായിടത്തു നിന്നും ഇങ്ങനെ ശകാര വാക്കുകൾ കേട്ട്. ഹി റിമൈൻഡ് മോഷൻലെസ് എന്ന് വെച്ചാൽ ചലനമില്ലാതായി. ടോർച്ചേർഡ് ബൈ ഹങ്കർ എന്ന് വെച്ചാൽ വിശപ്പിനാൽ പീഡിപ്പിക്കപ്പെട്ടു. ബട്ട് ഹാർഡ്ലി ഇൻ്റലിജൻറ്റ് ഇനഫ് ടു റിയലൈസ് ടു ദ ഫുൾ ഹിസ് അൺഅട്ടറബിൾ മിസറി. പക്ഷേ അവന് ഒരു കാര്യം മാത്രം മനസ്സിലാക്കാൻ ബോധമുണ്ടായിരുന്നു, അവൻ്റെ ഈ ദുരിതപൂർവമായ അവസ്ഥ മാത്രം അവന് മനസ്സിലാവുമായിരുന്നു. അത്രയും കഷ്ടമായിരുന്നു ഇവൻ്റെ. ഹി അവൈറ്റഡ്, ഹി ന്യൂ നോട്ട്
നോട്ട് വാട്ട് പോസസ്ഡ് വിത്ത് വേഗ് ഹോപ്പ്. വേഗ് ഹോപ്പ് എന്ന് വെച്ചാൽ അസ്തമിക്കുന്ന ഒരു പ്രതീക്ഷ, എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷ നശിച്ചു പോകുന്ന അവസ്ഥ. വേഗ് ഹോപ്പ് വിച്ച് പെർസിസ്റ്റ് ഇൻ ദ ഹ്യൂമൻ ഹാർട്ട് ഇൻ സ്പൈറ്റ് ഓഫ് എവറിത്തിങ്. ഹി വെയിറ്റഡ് ഇൻ ദ കോർണർ ഓഫ് ദ ഫാം യാർഡ് ഇൻ ബൈറ്റിംഗ് ഡിസംബർ. ബൈറ്റിംഗ് ഡിസംബർ എന്ന് വെച്ചാൽ ഇങ്ങനെ മഞ്ഞ് മൂടി തണുത്തുകൊണ്ടിരിക്കുന്ന ഡിസംബർ വിറ്റ് സം മിസ്റ്റീരിയസ് എയ്ഡ്. മിസ്റ്റീരിയസ് എന്ന് വെച്ചാൽ നിഗൂഢമായിട്ടുള്ള, രഹസ്യമായിട്ടുള്ള. എയ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സഹായം. എയ്ഡ് ഫ്രം ദ ഹെവൻ ഓർ ഫ്രം മെൻ. ഇപ്പോൾ പുള്ളി തണുത്ത് കുറയ്ക്കുന്ന ഡിസംബറിൽ പുള്ളി ഇങ്ങനെ വിചാരിച്ചു സ്വർഗ്ഗത്തിൽ നിന്നോ ദൈവത്തിൽ നിന്നോ അല്ലെങ്കിൽ ആളുകളിൽ നിന്നോ എന്തെങ്കിലും ഒരു സഹായം കിട്ടിയേക്കാം എന്നൊരു പ്രതീക്ഷയാണ് അവൻ്റെ അവസാന പ്രതീക്ഷ. വിത്തൗട്ട് ദ ലീസ്റ്റ് ഐഡിയ വെൻസ് ഇറ്റ് വാസ് ടു അറൈവ് എ നമ്പർ ഓഫ് ബ്ലാക്ക് ഹെൻസ് റാൻ ഹിദർ ആൻഡ് തിദർ. ഹിദർ ആൻഡ് തിദർ എന്ന് വെച്ചാൽ അവിടെയും ഇവിടെയും. ഹിദർ ആൻഡ് തിദർ അവിടെയും ഇവിടെയും. അപ്പോൾ അവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവനിങ്ങനെ ബ്ലാക്ക് ഹെൻസ്, ബ്ലാക്ക് എന്ന് വെച്ചാൽ കറുത്ത, ഹെൻസ് എന്ന് വെച്ചാൽ ഹെൻ എന്ന് വെച്ചാൽ പിടക്കോഴി, ബ്ലാക്ക് ഹെൻസ് എന്ന് വെച്ചാൽ പിടക്കോഴികൾ ആ ഫാമിൽ കൂടെ നടക്കുന്നവർ. സീക്കിംഗ് ദെയർ ഫുഡ്, അവരവരുടെ ഫുഡ് അന്വേഷിച്ച് ഇങ്ങനെ പിടക്കോഴികൾ നടക്കുന്നതും കണ്ടു. Seeking their food in the earth, which supports all living things. Every now and then they snapped out in their beaks a grain of corn or a tiny insect. അപ്പോൾ ഇവരെന്താ ഒരു പ്രാണി അല്ലെങ്കിൽ ഒരു ചോളത്തിൻ്റെ ഒരു ധാന്യത്തിൻ്റെ ഒരു ചെറിയ ഇത് കിട്ടാനായിട്ടാണ് ഈ ഹെന്നുകൾ നടക്കുന്നത്. ദെൻ ദേ കണ്ടിന്യൂഡ് ദെയർ സ്ലോ ഷുവർ സെർച്ച് ഓഫ് ന്യൂട്രിമെൻറ്റ്. അപ്പം ഇങ്ങനെ അവിടെ ഇവിടെയും ചകഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കോഴികളെയാണ് ഇപ്പം കാണുന്നത്. ബെൽ വാച്ച്ഡ് ദം അറ്റ് ഫസ്റ്റ് വിത്തൗട്ട് തിങ്കിങ് ഓഫ് എനിത്തിങ്. അപ്പം ബെൽ എന്നെ ചെയ്തു, ഇവയെ നോക്കി നിന്നു, വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ദെൻ എ തോട്ട് ഓക്വേർഡ് റാദർ ഹിസ് സ്റ്റൊമക്ക് ദാൻ ടു ഹിസ് മൈൻഡ്. അപ്പോൾ അവൻ്റെ വിശപ്പോർത്ത് അവൻ്റെ മനസ്സിലൊരു തോന്നുകയാണ്. ദ തോട്ട് ദാറ്റ് വൺ ഓഫ് ദോസ് ഫൗൾസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പടക്കോഴിയുടെ മറ്റൊരു വാക്കാണ് ഫൗൾസ്, വുഡ് ബി ഗുഡ് ടു ഈറ്റ് ഇഫ് ഇറ്റ് വെയർ കുക്ക്ഡ് ഓവർ എ ഫയർ ഓഫ് ഡെഡ് വുഡ്. അപ്പോൾ ഇവന് തോന്നി ഇതിലൊരു കോഴിയെ കിട്ടുവാണെങ്കിൽ അതിനെ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും വിറകിന് തീ കൂട്ടി കത്തിക്കുവാണെങ്കിൽ തിന്നാൻ പറ്റും. ഹി ഡിഡ് നോട്ട് റിഫ്ലക്റ്റ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു കമ്മിറ്റ് എ തെഫ്റ്റ്. പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരിക്കലും തോന്നിയില്ല ഒരു തെഫ്റ്റ് എന്ന് വെച്ചാൽ മോഷണം. പുള്ളി ഒരു സ്റ്റീൽ ചെയ്യുക, ഒരു റോബറിയാണ് നടത്തുന്നതെന്ന് പുള്ളിക്ക് തോന്നിയില്ല. കാരണം പുള്ളിയുടെ വിശപ്പാണ് ഏറ്റവും പ്രധാനം. ഹി ടുക്ക് അപ്പ് എ സ്റ്റോൺ, ഒരു കല്ലെടുത്തു, വിച്ച് ലേ വിത്തിൻ റീച്ച് ആൻഡ് ബീയിങ് ഓഫ് എ സ്കിൽഫുൾ എയിം എന്ന് വെച്ചാൽ നല്ല കഴിവുള്ള ഒരു ലക്ഷ്യത്തോടെ കിൽഡ് അറ്റ് ദ ഫസ്റ്റ് ഷോട്ട് ദ ഫൗൾ നിയറസ്റ്റ് ടു ഹിം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന കോഴി എറിഞ്ഞ് താഴെ ഇട്ടു. ദ ബേർഡ് ഫെൽ ഓൺ ഇറ്റ്സ് സൈഡ്. പക്ഷി താഴെ വീണു. ഫ്ലാപ്പിംഗ് ഇറ്റ്സ് വിങ്സ്, ചിറകടിച്ചുകൊണ്ട് കിടന്നു. ദ അതേഴ്സ് ഫ്ലഡ് വൈൽഡ്ലി ഹിതർ ആൻഡ് തിതർ, അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയുള്ളത് ഓടി. ആൻഡ് ബെൽ പിക്കിംഗ് അപ്പ് ഹിസ് ക്രച്ചസ് ലിംബ്ഡ് അക്രോസ് ടു വെയർ ഹിസ് വിക്ടിം ലേ. വിക്ടിം എന്ന് വെച്ചാൽ ഇര. ഇപ്പോൾ ഈ ഇരയായിട്ടുള്ള ഈ കോഴി വീണിടത്തേക്ക് ഇവന് ക്രച്ചസും എടുത്ത് എഴുന്നേഞ്ഞ് പോകാം. ജസ്റ്റ് ആസ് ഹി റീച്ച്ഡ് ദ ലിറ്റിൽ ബ്ലാക്ക് ബോഡി. അപ്പോൾ ഇങ്ങനെ ചത്ത് കിടക്കുന്ന കോഴിയുടെ അടുത്ത് എത്താറായപ്പോഴത്തേന് വിത്ത് ഹിസ് ക്രിംസൺഡ് ഹെഡ് ഹി റിസീവ്ഡ് എ വയലൻറ്റ് ബ്ലോ ഓൺ ഹിസ് വയലൻറ്റ് ബ്ലോ എന്ന് വെച്ചാൽ അക്രമാസക്തമായ ഒരു അടിയാണ് ഇവൻ്റെ പുറത്തിട്ട് കിട്ടുന്നത്. ഇവൻ ഈ കോഴിയെ ചെന്ന് എടുക്കാൻ വേണ്ടി എഴുന്നേഞ്ഞ് നിന്നപ്പോൾ വിച്ച് മേഡ് ഹിം ലെറ്റ് ഗോ. അപ്പോൾ കോഴിയുടെ അടുത്ത് എത്താറായപ്പോൾ ഒരു അടി കിട്ടി. മേഡ് ഹിം ലെറ്റ് ഗോ ഹിസ് ഹോൾഡ് ഓഫ് ഹിസ് ക്രച്ചസ് ആൻഡ് സെൻഡ് ഹിം ഫ്ലൈയിങ് 10 spaces ഡിസ്റ്റൻറ്റ്. ആ അടിയിൽ ഇവന് ക്രച്ചസിൻ്റെ അടുത്ത് നിന്ന് പുള്ളി ഒരു 10 അടി ദൂരേക്ക് തെറിച്ച് വീഴുക. ആൻഡ് ഫാമർ ചിക്കറ്റ് ബിസൈഡ് ഹിംസെൽഫ് വിത്ത് റേജ്. ഫാമർ ചിക്കറ്റ്, അപ്പോൾ ചിക്കറ്റ് ഫാമിൻ്റെ ഓണറായിട്ടുള്ള ഫാമർ ചിക്കറ്റ് പുറകെ നിൽക്കുന്ന അയാളാണ് അടിച്ച്. കഫ്ഡ് ആൻഡ് കിക്ക്ഡ്, തൊഴിച്ചു. ദ മൊറോഡർ വിത്ത് ഓൾ ദ ഫ്യൂറി എന്ന് വെച്ചാൽ കോപം, ഉഗ്രകോപത്തിനാണ് ഫ്യൂറി എന്ന് പറയുന്നത്. ഫ്യൂറി ഓഫ് പ്ലഞ്ചേർഡ് പെസൻറ്റ് ആസ് ബെൽ ലേ ഡിഫൻസ്ലെസ് ബിഫോർ ഹിം. അപ്പോൾ അവിടെ ഇട്ട് അവനെ അടിക്കുകയും തൊഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ഡിഫൻസ്ലെസ് ആയിട്ടിരിക്കുക. ഡിഫൻസ്ലെസ് എന്ന് വെച്ചാൽ അവനെ തിരിച്ച് പ്രതിരോധിക്കാനാവാതെ. ദ ഫാം ഹാൻസ് എന്ന് വെച്ചാൽ പണിക്കാർ എന്ന് വെച്ചാൽ ഇവൻ്റെ പണിക്കാർ, ഈ ചിക്കറ്റ് ഫാമിൻ്റെ ഓണറുടെ പണിക്കാർ ഓടി വന്നു. ദ ഫാം ഹാൻസ് കെയിം അപ്പ് ഓൾസോ ജോയിൻ ദ മാസ്റ്റർ. അപ്പം ഇതിൻ്റെ ഉടമയുടെ പണിക്കാരും ഓടി വന്ന് ഉടമ ചെയ്യുന്ന പോലെ ഇവനെ അടിക്കാനും തൊഴിക്കാനും. കഫിങ് ദ ലെയിം ബെഗർ, പാവം ബെഗറിനെ അടിച്ച് അവസാനാക്കി. ദെൻ വെൻ ദേ വർ ടയർഡ് ഓഫ് ബീറ്റിംഗ് ഹിം ദേ ക്യാരിഡ് ഹിം ഓഫ് ആൻഡ് ഷട്ട് ഹിം ഇൻ ദ വുഡ് ഷെഡ് വൈൽ ദേ വെൻ ടു ഫെച്ച് ദ പോലീസ്. അവരെന്നെ ഇവനെ എടുത്ത് കൊണ്ടുപോയിട്ട് മരം കൊണ്ടുണ്ടായ ഒരു ഷെഡിൽ അടച്ചിട്ടിട്ട് പോലീസിനെ വിളിക്കാൻ പോയി. എന്ന് വെച്ചാൽ ഇവർക്ക് മതിയാവോളം ഇട്ട് അടിച്ചു. അതുകൂട്ട് പീഡനമാണ് അടിച്ചത്. ഈ ചാകാറായി കിടക്കുന്ന ഈ പിച്ചക്കാരനെ എടുത്ത് ഇതുകൂട്ട് അടിച്ചത്. എന്നിട്ട് അവർ പോലീസുകാരനെ വിളിച്ചു. ബെൽ ഹാഫ് ഡെഡ് ബ്ലീഡിങ് പെറിഷിങ് വിത്ത് ഹങ്കർ ലേ ഓൺ ദ ഫ്ലോർ. അപ്പം വിശപ്പും ഇതുപോലെ തന്നെ ബ്ലഡും എല്ലാം ഒലിപ്പിച്ച് പുള്ളി അവിടെ തറയിൽ കിടക്കുക. പുള്ളി പാതി മരിച്ചിരുന്നു. ഹാഫ് ഡെഡ്. ഈവനിങ് കെയിം, ദെൻ നൈറ്റ്, ദെൻ ഡോൺ. വൈകുന്നേരമായി, അത് കഴിഞ്ഞിട്ട് എന്നാ ഇത് രാത്രിയായി, പിന്നെ ഡോൺ, DAWN ഡോൺ എന്ന് വെച്ചാൽ പ്രഭാതം. സായാഹ്നമായി, സന്ധ്യയായി,
പിറ്റേ ദിവസം എത്ര നേരവും പിന്നെ കിടക്കുക, 3 ദിവസമായി തിന്നായിട്ട്. ആൻഡ് സ്റ്റിൽ ഹി ഹാഡ് നോട്ട് ഈറ്റൻ. ഈ കഷ്ടപ്പാടെല്ലാം അവൻ ആയിട്ടും പുള്ളിക്കൊന്നും തിന്നാൻ പറ്റും. എബൌട്ട് മിഡ് ഡേ, പിറ്റേ ദിവസം ഒരു ഉച്ചയാകാറായി. ഇപ്പോൾ മിഡ് ഡേ എന്ന് വെച്ചാൽ ഉച്ചയാകാറായി. ദ പോലീസ് അറൈവ്ഡ്. ദേ ഓപ്പൺ ദ ഡോർ ഓഫ് വുഡ് ഷെഡ് വിത്ത് ദ അറ്റ്മോസ്റ്റ് പ്രിക്കോഷൻ. പോലീസുകാരന്മാർ വന്നിട്ട് അവന്മാർ വലിയ പ്രിക്കോഷനൊക്കെ എടുത്ത്. പ്രിക്കോഷൻ എന്ന് വെച്ചാൽ എന്താ, കരുതൽ, വലിയ കരുതലോടെ, വലിയ പിടികിട്ടാ പുള്ളിയെ പിടിക്കുന്ന ലാഘവത്തോടു കൂടി ഇവരൊക്കെ പ്രിക്കോഷനൊക്കെ എടുക്കുക. ഇവൻ ഓടി രക്ഷപ്പെടുമെന്നെങ്കിൽ ഫിയറിംഗ് റെസിസ്റ്റൻസ് ഓൺ ദ ബെഗേഴ്സ് പാർട്ട്. നീ ബെഗർ അക്രമാസക്തനായാലും ഇങ്ങനെയൊക്കെ ഓർത്താണ് ഇവരെ എടുക്കുന്നത്. ഫോർ ഫാമർ ചിക്കറ്റ് അസേർട്ടഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ അറ്റാക്ക്ഡ് ബൈ ഹിം ആൻഡ് ഹാഡ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഇൻ ഡിഫെൻഡിങ് ഹിംസെൽഫ്. ഫാമർ ചിക്കറ്റ് ഇവൻ്റെ അടിയെല്ലാം കൊടുത്തിട്ട് പുള്ളി പറഞ്ഞ ഡയലോഗാണ്, ഈ ബഗർ എന്ന് പറഞ്ഞാൽ ഇവൻ അത്ര മോശക്കാരനൊന്നുമില്ല, അവൻ തിരിച്ച് നമ്മളെ ആക്രമിക്കുകയൊക്കെ ചെയ്യും, എന്നെ ആക്രമിച്ചുകൊണ്ടാണ് ഞാൻ അടിച്ച് അവശനാക്കിയത്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് കുറച്ച് ചുമ്മാ ഉള്ള തള്ളെല്ലാം പറഞ്ഞ് പറ്റിച്ചിരിക്കുക. ദ സർജൻറ്റ് ക്രൈഡ്. ദ സർജൻറ്റ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എസ് ഐ ഒക്കെ പോലത്തെ ഓഫീസറിനെയാണ് പറഞ്ഞത് സർജൻറ്റ്. സർജൻറ്റ് ക്രൈഡ് കം ഗെറ്റ് അപ്പ്. സർജൻറ്റ് വന്നിട്ട് ഇവിടെ കരഞ്ഞെന്നുള്ള മീനിങ്ങിലല്ല, സർജൻറ്റ് അലറി ബഗറിനോട് പറഞ്ഞു കം ഗെറ്റ് അപ്പ്, എഴുന്നേക്കാൻ പറഞ്ഞു. ബട്ട് ബെൽ കുഡ് നോട്ട് മൂവ്. പക്ഷേ ബെല്ലിനെ സംബന്ധിച്ച് പനങ്ങാൻ പറ്റുമോ, ഇല്ല, അത്ര അവസരമായി. ഹി ഡിഡ് ഹിസ് ബെസ്റ്റ് ടു റൈസ് ഹിംസെൽഫ് ഓൺ ഹിസ് ക്രച്ചസ്. ബെല്ലെന്നെ ഇത് പതുക്കെ അവൻ ക്രച്ചസ് എടുക്കാൻ വേണ്ടിയിട്ട് ബെല്ല് പതുക്കെ ശ്രമിക്കുകയാണ്, ബട്ട് വിത്തൗട്ട് സക്സസ്. പക്ഷേ അവന് വിജയിക്കാനാവില്ല. ദ പോലീസ് തിങ്കിങ് ഹിസ് വീക്ക്നെസ് ഫെയിൻഡ് പുൾഡ് ഹിം അപ്പ് ബൈ മെയിൻ ഫോഴ്സ് ആൻഡ് സെറ്റ് ഹിം ബിറ്റ്വീൻ ദ ക്രച്ചസ്. പോലീസുകാരനായതു ഇവനെ ഈ ക്രച്ചസിലൂടെ തൂക്കിയെടുക്കുക. ഫിയർ സീസ്ഡ് ഹിം. ഇവൻ ഒന്നാമത് പോലീസിനെ പേടിയായി. ഇവൻ്റെ മനസ്സിൽ പിന്നെ ഫിയർ വന്നു. ഹിസ് നേറ്റീവ് ഫിയർ ഓഫ് യൂണിഫോം, ദ ഫിയർ ഓഫ് ഗെയിം ഇൻ ദ പ്രസൻസ് ഓഫ് ദ സ്പോർട്സ്മാൻ എന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പേടികൾ അവൻ്റെ മനസ്സിൽ. ദ ഫിയർ ഓഫ് എ മൗസ് ഫോർ എ ക്യാറ്റ്. പൂച്ചയെ കാണുമ്പോൾ എലിക്കുള്ള പേടി, അല്ലെങ്കിൽ ഇരയെ വേട്ടമൃഗത്തിന് വേട്ടയാടാൻ വരുന്നവനെ കാണുമ്പോഴുള്ള പേടി, അങ്ങനെയുള്ള പല പേടികൾ ഇതിൻ്റെ മനസ്സിൽ പോയി. ആൻഡ് ബൈ ദ എക്സസൈസ് ഓഫ് ഓൾമോസ്റ്റ് സൂപ്പർ ഹ്യൂമൻ എഫോർട്ട് ഹി സക്സീഡഡ് ഇൻ റിമൈനിങ് അപ്രൈറ്റ്. പുള്ളി ഒരുപാട് എഫേർട്ട് എടുത്ത് നോക്കി, പുള്ളി ഈ ഭയമെല്ലാം മറികടക്കാൻ പറ്റിയില്ല. ഫോർവേഡ് സെഡ് ദ സർജൻറ്റ്. ഫോർവേഡ് എന്ന് വെച്ചാൽ മുമ്പോട്ട് നടക്കാൻ സർജൻറ്റ് പറഞ്ഞു. ഹി വോക്ക്ഡ് ഓൾ ദ ഇൻമേറ്റ്സ് ഓഫ് ദ ഫാം വാച്ച്ഡ് ഹിസ് ഡിപ്പാർച്ചർ. എന്നിട്ട് ആ ഫാമിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ഇവനെ പോലീസ് പിടിച്ചുകൊണ്ട് പിന്നെ നോക്കിയിരിക്കുക. ദ വിമൺ ഷുക്ക് എന്ന് വെച്ചാൽ സ്ത്രീകൾ കുലുക്കി. ദെയർ ഫിസ്റ്റ് എന്ന് വെച്ചാൽ മുഷ്ടി കൈ ചുരുട്ടി പിടിക്കുമ്പോൾ ഫിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളൊക്കെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി കുലുക്കിക്കൊണ്ടിരിക്കും. അറ്റ് ഹിം ദ മെൻ സ്കോഫ്ഡ് അറ്റ് ആൻഡ് ഇൻസൾട്ടഡ് ഹിം. ഹി വാസ് ടേക്കൻ അറ്റ് ലാസ്റ്റ്. ഗുഡ് റിഡൻസ്. ഹി വെൻറ്റ് ഓഫ് ബിറ്റ്വീൻ ഹിസ് 2 ഗാർഡ്സ്. ഇപ്പോൾ 2 പോലീസുകാരുടെ ഇടയ്ക്കായിട്ട് ഇവനെ ഇങ്ങനെ കൊണ്ടുപോകാം. 2 പോലീസുകാർ അകമ്പടിയോടെ കൊണ്ടുപോകും. അതിൻ്റെ ഒരു പടം ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ പേജിൽ കാണിച്ചിട്ടുണ്ട്. ഹി മസ്റ്റേർഡ് ഓഫ് സഫിഷ്യൻ്റ് എനർജി, ദ എനർജി ഓഫ് ഡെസ്പെയർ. പുള്ളിക്ക് നിരാശയുടെ ഊർജ്ജമായി. ടു ഡ്രാഗ് ഹിംസെൽഫ് അലോങ് അൺടിൽ ദി ഈവനിങ്, 2 days ടു നോ വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം, ടു ഫ്രൈറ്റൻഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അവന് തന്നെ മനസ്സിലായില്ല അവൻ എന്നാ സംഭവിക്കുന്നത്. അവൻ അത്രയും പേടിച്ചിരിക്കുക. പീപ്പിൾ ഹും ഹി മെറ്റ് ഓൺ ദ റോഡ് സ്റ്റോപ്ഡ് ടു വാച്ച് ഹിം ഗോ ബൈ ആൻഡ് പേഴ്സൺസ് മട്ടേഡ്. അപ്പോൾ ഇവനെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ആളുകൾ ഇവനെ പരിഹസിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് സം തീഫ് ഫോർ അതർ. അപ്പോൾ ആളുകൾ ഇവനെ വലിയ കള്ളൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു മോശക്കാരനാണെന്നുള്ള രീതിക്കാണ് കാണുന്നത്. ടുവേർഡ് ഈവനിങ് ഹി റീച്ച്ഡ് ദ കൺട്രി ടൗൺ. അപ്പോൾ സായാഹ്നത്തോടെ ഇവനെ കൺട്രി ടൗണിലെത്തിക്കുകയാണ്. ഹി ഹാഡ് നെവർ ബീൻ സോ ഫാർ ബിഫോർ. അവൻ ഇതുവരെ വന്നിട്ടില്ല ആ സ്ഥലത്ത്. ഹി ഡിഡ് നോട്ട് റിയലൈസ് ദ ലീസ്റ്റ് വാട്ട് ഹി വാസ് ദെയർ ഫോർ വാട്ട് വാസ് ടു ബിക്കം ഓഫ് ഹിം. ഇപ്പോൾ ഇവനറിയത്തില്ല അവിടെ ഇവനെ കാത്തിരിക്കുന്നത് എന്താണെന്ന്. ഓൾ ദ ടെറിബിൾ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ് ഓഫ് ദ ലാസ്റ്റ് 2 days ആൻഡ് ദീസ് അൺഫെമിലിയർ ഫേസസ് ആൻഡ് ഹൗസസ് സ്റ്റക്ക് ഡിസ്മേ ഇൻ ടു ഹിസ് ഹാർട്ട്. അപ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് അവൻ 2 ദിവസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീഡനങ്ങളും ശകാരങ്ങളും എല്ലാം ഇവൻ്റെ മനസ്സിലേക്ക് പോയി. ഇവൻ അറിയപ്പെടാത്ത കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അവൻ്റെ ഹൃദയത്തിലോട്ട് ഇങ്ങനെ പല നിരാശാജനകമായ കാര്യങ്ങളും കയറി പോവാണ്. ഹി സെഡ് നോട്ട് എ വേർഡ്. അവനൊരു വാക്കുപോലും പറയാനില്ല. ഹാവിങ് നത്തിങ് ടു സേ ബിക്കോസ് ഹി അണ്ടർസ്റ്റുഡ് നത്തിങ്. കാരണം അവനൊന്നും മനസ്സിലായില്ല, അതുകൊണ്ട് അവനൊന്നും പറയാനും ഇല്ലായിരുന്നു. ബിസൈഡ്സ് ഹി ഹാഡ് സ്പോക്കൻ ടു വൺ ഫോർ സോ many years past that had almost lost use of this tongue. അപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ ഈ നാക്ക് കൊണ്ട് ഇനി ഒരു ഉപയോഗമില്ല. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവൻ്റെ നാക്കുകൾ കൊണ്ട് ഒരു ഉപയോഗമില്ല. ഓൾമോസ്റ്റ് ലോസ്റ്റ് ദ യൂസ് ഓഫ് ഹിസ് ടങ്. അവൻ്റെ നാക്കിൻ്റെ ഉപയോഗം വർഷങ്ങളായിട്ട് ഇപ്പോൾ പോയിരിക്കും. ആൻഡ് ഹിസ് തോട്ട്സ് വെയർ ടു ഇൻഡിറ്റർമിനേറ്റ്. ഡിറ്റർമിനേറ്റ് എന്ന് വെച്ചാൽ ദൃഢനിശ്ചയത്തിലുള്ള, ഇൻഡിറ്റർമിനേറ്റ് എന്ന് വെച്ചാൽ നിശ്ചയമില്ലാത്ത തരത്തിലുള്ള ചിന്തകളാണ്. ഇൻഡിറ്റർമിനേറ്റ് എന്ന് വെച്ചാൽ നിശ്ചയദാർഢ്യമില്ലാത്ത. തോട്ടെന്ന് വെച്ചാൽ ചിന്ത, തോട്ട്സ് ചിന്തകൾ. ഇപ്പോൾ അവൻ്റെ ചിന്തകൾക്ക് നിശ്ചയദാർഢ്യമില്ലാതായി, കാരണം ഹോപ്പ്ലെസ്സായി, പ്രതീക്ഷയില്ലാത്തവനായി അവൻ. ടു ബി പുറ്റ് ഇൻ ടു വേഡ്സ്. അപ്പം അവൻ്റെ ചിന്തകൾ ഒരിക്കലും വാക്കുകളായിട്ട് പുറത്തോട്ട് വരാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തി. ഹി വാസ് ഷട്ടപ്പ് ഇൻ ദ ടൗൺ ജയിൽ. അവനെ കൊണ്ട് തന്നെ അത് ജയിലിൽ അടച്ചു, ടൗൺ ജയിലിൽ വെച്ചു. ഇറ്റ് ഡിഡ് നോട്ട് ഒക്കർ ടു ദ പോലീസ് ദാറ്റ് ഹി മൈറ്റ് നീഡ് ഫുഡ്. അപ്പോൾ ഈ പോലീസുകാരായിട്ടുള്ള ഇവന്മാർക്ക് പോലും തോന്നിയില്ല ഈ ബഗറിന്
കുറച്ച് ഫുഡ് കൊടുക്കണമെന്നുള്ളൊരു തോന്നൽ ഈ തെണ്ടുകളായിട്ടുള്ള പോലീസുകാർക്ക് പോലും തോന്നിയില്ല. ആൻഡ് ഹി വാസ് ലെഫ്റ്റ് അലോൺ അണ്ടിൽ ദ ഫോളോയിങ് ഡേ. പിറ്റേ ദിവസം വരെ അവൻ ഒരു തരത്തിൽ അവിടെ കിടന്നു. ബട്ട് വെൻ ഇൻ ദ ഏർലി മോർണിംഗ്, പക്ഷേ രാവിലെ നോക്കുമ്പോൾ എന്നായി, ഇപ്പം 4ാമത്തെ ദിവസമാണ്, അടുത്ത ദിവസം പ്രഭാതം എന്ന് പറയും. ബട്ട് വെൻ ഇൻ ദ ഏർലി മോർണിംഗ് ദേ കെയിം ടു എക്സാമിൻ ഹിം, ഹി വാസ് ഫൗണ്ട് ഡെഡ് ഓൺ ദ ഫ്ലോർ. പോലീസുകാർ പിറ്റേ ദിവസം രാവിലെ വന്ന് ഇവനെ പൊക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവൻ ഫ്ലോറിൽ ഇങ്ങനെ മരിച്ചു കിടക്കുക. എത്ര ദിവസം ഒരു പാവം പട്ടിണി അനുഭവിച്ച് പാവത്തിനാണ് ഇങ്ങനെ അടിച്ച് അവസാനാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊന്നത്. സച്ച് ആൻ അസ്റ്റോണിഷിങ് തിങ്. അപ്പോൾ ഇതാണ് സ്റ്റോറി. ഞാൻ മുമ്പേ പറഞ്ഞു, നേരത്തെ ഉണ്ടായ മറ്റേ ആദിവാസി യുവാവ് മധു എന്ന് പറയുന്ന ആളിനെ പണ്ട് 2 വർഷം മുമ്പൊക്കെ അടിച്ചു കൊന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണത്. പുള്ളി ഒരു കടയിൽ നിന്ന് ആകെ 2 കഷ്ണം കപ്പയോ അങ്ങനെ എന്തോ സംഭവം എടുത്തതിനാണ് അന്ന് പുള്ളിയെ അടിച്ച് കൊന്നത്. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയും വേദനാജനകമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അപ്പം ഇത് ഞാൻ പറയുന്ന ഓഡിയോ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക.